ഹരി ഓം. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് ശ്രീ പ്രജ്ഞാവിവർധന കാർത്തികേയ സ്തോത്രത്തെക്കുറിച്ചാണ്. സുബ്രഹ്മണ്യ സ്വാമിയുടെ സ്തുതിയാണ്. ഇത് ജപിച്ചാൽ നമ്മുടെ പ്രജ്ഞ നന്നായി വർദ്ധിക്കും എന്നാണ് ഈ പേരിൽ തന്നെ പറയുന്നത്. പ്രജ്ഞ എന്ന് പറഞ്ഞാൽ ബുദ്ധി. മനസ്സിനെ നിരീക്ഷിക്കുന്ന, നിയന്ത്രിക്കുന്ന ശക്തിവിശേഷമാണ് ബുദ്ധി. നമ്മുടെ ഉള്ളിൽ ശോഭിക്കുന്ന പ്രകാശം. പലപ്പോഴും ഈ ബുദ്ധി മനസ്സിന് അടിമപ്പെട്ടിട്ടാണ് കഴിയുന്നത്. അതായത് മനസ്സിനോട് ചേർന്ന് നിന്ന് മനസ്സെങ്ങോട്ട് ചലിക്കുന്നുവോ അങ്ങോട്ട് അനുഗമിക്കുന്ന രീതിയാണ് ബുദ്ധി പലപ്പോഴും കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിൻ്റെ ഇളക്കം ബുദ്ധിയുടെ ഇളക്കമായിട്ട് അത് ധരിക്കുന്നു. അങ്ങനെ പല ദുഃഖങ്ങളും അനുഭവിക്കുന്നു. എന്നാൽ ബുദ്ധിക്ക് സഹജമായിട്ടുള്ള ഭാവം സാക്ഷിഭാവമാണ്. മനസ്സിൽ നിന്നും വേറിട്ട് നിന്നുകൊണ്ട് മനസ്സിനെ നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുകയാണ് അതിൻ്റെ ധർമ്മം. ഈ സ്തോത്രത്തെ നമ്മൾ ജപിക്കുമ്പോൾ ഇതിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ 28 നാമങ്ങളെ പറഞ്ഞിട്ടുണ്ട്. ആ 28 നാമങ്ങളെ ഉച്ചരിച്ചുകൊണ്ട് ആ ഭഗവാനെ നമ്മൾ സ്മരിക്കുമ്പോൾ ആ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കും. തദ്വാര നമ്മുടെ ബുദ്ധിക്ക് നല്ല പ്രകാശം ലഭിക്കും. അതായത് ബുദ്ധി മനസ്സിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന തൻ്റെ സ്വത്വത്തെ വീണ്ടെടുക്കും. അങ്ങനെ നന്നായി പ്രകാശിച്ചുകൊണ്ട് മനസ്സിൻ്റെ സാക്ഷിയായി മനസ്സിനെ നിരീക്ഷിക്കുകയും അതിലെ ചിന്തകളെ നല്ലതേത് ചീത്ത ഏതെന്ന് വേർതിരിച്ച് മനസ്സിലാക്കുകയും നല്ലതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചീത്തതിനെ മാറ്റുകയും ചെയ്യുന്ന സാമർഥ്യം, തദ്വാര നല്ല ഒരു ജീവിതം പടുത്തുയർത്താനുള്ള ശക്തി ഈ സ്തോത്രം നമുക്ക് പ്രദാനം ചെയ്യും. അതുകൊണ്ടാണ് പ്രജ്ഞാവിവർധന കാർത്തികേയ സ്തോത്രം എന്ന പേര് ഇതിന് സിദ്ധിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ലഭിക്കുന്നത് ശ്രീ രുദ്രയാമല തന്ത്രം എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ്. അതിൽ സാക്ഷാത് സുബ്രഹ്മണ്യ സ്വാമി തന്നെയാണ് ഈ സ്തോത്രം നമുക്ക് നൽകുന്നത്. അതായത് തൻ്റെ തന്നെ 28 നാമങ്ങളെ തന്നെ ഉപാസിക്കാനായിക്കൊണ്ട് സ്വയം രചിച്ചുകൊണ്ട് ഭക്തർക്ക് പ്രദാനം ചെയ്യുകയാണ്. അപ്പൊ ഭഗവാന്റെ സ്തുതിയെ രചിച്ചു എന്നുള്ള സവിശേഷത ഈ കൃതിക്കുണ്ട്. അത്യപൂർവമായി അങ്ങനെ സംഭവിക്കാറുള്ളൂ. അപ്പൊ അത്രയും ശ്രേഷ്ഠമായ രചനയാണ്. ഭക്തരെ അനുഗ്രഹിക്കാൻ വേണ്ടി ഭഗവാൻ തന്നെ നിർമ്മിച്ചിട്ടുള്ള സ്തോത്രം. 28 നാമങ്ങളാണ് ഇതിലുള്ളത്. നമുക്കിതിലെ ശ്ലോകങ്ങൾ ചൊല്ലി അതിലുള്ള ഓരോ നാമത്തിൻ്റെയും അർത്ഥത്തെ ചെറുതായിട്ടൊന്ന് ധ്യാനിക്കാൻ ശ്രമിക്കാം. ഓം ശ്രീ ഗണേശായ നമഃ. അഥ ശ്രീ പ്രജ്ഞാവിവർധന കാർത്തികേയ സ്തോത്രം. സ്കന്ദ ഉവാച. യോഗീശ്വരോ മഹാസേന കാർത്തികേയോഗ്നിനന്ദന സ്കന്ദ കുമാര സേനാനി സ്വാമി ശങ്കര സംഭവ. ഇതാണ് ആദ്യത്തെ ശ്ലോകം. ഇവിടെ ആദ്യം തന്നെ പറയുന്നു സ്കന്ദ ഉവാച. സ്കന്ദൻ പറഞ്ഞു. സ്കന്ദൻ എന്നാൽ സുബ്രഹ്മണ്യ സ്വാമി. അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ സ്തോത്രത്തെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് സ്കന്ദ ഉവാച. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ നാമങ്ങളെ ചൊല്ലുകയാണ്. ഇവിടെ അദ്ദേഹത്തിൻ്റെ നാമങ്ങളുടെ അർത്ഥം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹം എങ്ങനെ അവതരിച്ചുവെന്നും എന്തിനു വേണ്ടി അവതരിച്ചുവെന്നും നമ്മൾ ആദ്യം ഗ്രഹിക്കണം. സുബ്രഹ്മണ്യ സ്വാമിയുടെ കഥ ഇതിനു മുമ്പ് നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഇവിടെ ആവശ്യമുള്ളത് കൊണ്ട് നമുക്ക് ആ കഥയെ ചുരുക്കിയൊന്ന് ധ്യാനിക്കാം. സതീദേവിയുടെ ദേഹത്യാഗത്തിന് ശേഷം, അതായത് ദക്ഷയാഗം മുടക്കി അവിടെ സതീദേവി സ്വന്തം ദേഹത്തെ യോഗാഗ്നിയിൽ ഭസ്മമാക്കി കഴിഞ്ഞപ്പോൾ വീരഭദ്രസ്വാമി വന്ന് ദക്ഷന്റെ യാഗം മുഴുവൻ നശിപ്പിച്ചു. ദക്ഷന്റെ ശിരസ് ഛേദിച്ചു. പിന്നീട് ആടിന്റെ തല വെച്ചു കൊടുത്തു. ആ യാഗം പൂർത്തിയാക്കി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോൾ മഹാദേവൻ തൻ്റെ ക്രോധത്തെ മുഴുവൻ ശമിപ്പിച്ച് സതിയുടെ ആ വിരഹത്താൽ തപിക്കുന്ന ആ താപത്തെ ഉപേക്ഷിച്ച് തൻ്റെ ആത്മാവിൽ തന്നെ തൻ്റെ ശ്രദ്ധയെ കേന്ദ്രീകരിച്ച് നിത്യസമാധി എന്ന ഭാവത്തെ പ്രാപിച്ചു. അദ്ദേഹം കൈലാസത്തിൽ തപസ്സിൽ മുഴുകിയ ഒരു ജീവിതം ആരംഭിച്ചു. ഒരല്പം പോലും ലോകവിചാരമില്ല. അതായത് തന്നിൽ നിന്ന് അന്യമായതൊന്നിനെ കാണുന്നതാണ് വാസ്തവത്തിൽ ലോകം. മഹാദേവന് ലോകം തന്നെ ഇല്ലാതെയായി. അദ്ദേഹം തന്നെ മാത്രം അനുഭവിക്കുന്ന ആ അദ്വൈതമായ ബോധത്തിൽ ഉറച്ചിരുന്നു. അങ്ങനെ നിത്യസമാധിയെ പ്രാപിച്ചു. അപ്പൊ ലോകമുണ്ടെന്നുള്ള വിചാരം പോലുമില്ല. ലോകത്തിൽ ഒരല്പം പോലും ഇടപഴകാതെ ലോകത്തിൽ വസിക്കുന്ന ഭാവം മഹാദേവന് സിദ്ധിച്ചു. അങ്ങനെ തപസ്സിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ചുറ്റും അദ്ദേഹത്തിൻ്റെ ഗണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർ മഹാദേവന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവിടെ തന്നെ വസിച്ചു. അദ്ദേഹത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കണം, അദ്ദേഹത്തിൻ്റെ ദേഹത്തിനെ സംരക്ഷിക്കണം എന്നെല്ലാമുള്ള വിചാരത്തോടു കൂടി അവിടെ തന്നെ വസിച്ചു. ആ സമയത്ത് സതീദേവി വീണ്ടും ജനിച്ചു. ഹിമവാന്റെ പുത്രിയായി പാർവതിയായിട്ട് അവതരിച്ചു. അമ്മയ്ക്ക് തൻ്റെ പൂർവ്വജന്മം ഓർമ്മ വന്നു.
മഹാദേവൻ തൻ്റെ പതിയാകണമെന്ന വിചാരമുണ്ടായി. അതിനായിട്ട് അമ്മ തപസ് അനുഷ്ഠിക്കാനായിട്ട് തുടങ്ങി. ഹിമാലയത്തിൽ അമ്മ ശിവനെ ഉപാസിക്കുകയാണ്. ആ സമയത്ത് ഒരു അസുരൻ, താരകൻ എന്നാണ് അവൻ്റെ പേര്, ആ താരകാസുരൻ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ചു. അദ്ദേഹത്തിന് അമരത്വമാണ് ആവശ്യം. എന്നാൽ ബ്രഹ്മാവ് അമരത്വം കൊടുക്കുകയില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് അമരത്വം നേടണം. അതിന് അദ്ദേഹം ഒരു പോംവഴി കണ്ടെത്തി. അദ്ദേഹം ബ്രഹ്മാവിനോട് പറഞ്ഞു, ശിവന്റെ പുത്രൻ മാത്രമേ എന്നെ വധിക്കാൻ പാടുള്ളൂ. അദ്ദേഹത്തിന്റെ യുക്തി എന്തെന്നാൽ, ശിവൻ സമാധിയിലാണ് ഇരിക്കുന്നത്, നിത്യസമാധി ഭാവമാണ്, ലോകത്തെക്കുറിച്ചൊരല്പം പോലും വിചാരമില്ല, ചേഷ്ടയില്ല. അങ്ങനെ ഇരിക്കുന്ന ശിവന് ഒരിക്കലും പുത്രൻ ജനിക്കുകയില്ല. അപ്പോൾ പുത്രൻ ജനിക്കുന്നില്ലെങ്കിൽ തന്നെ വധിക്കുന്നവൻ ഉണ്ടാകുന്നില്ല, അപ്പോൾ തനിക്ക് വധവുമില്ല. അങ്ങനെ അമരത്വം സിദ്ധിക്കുമെന്ന തെറ്റിദ്ധാരണയോടുകൂടി ബ്രഹ്മാവിൽ നിന്നും ഈ വരം വാങ്ങിച്ചു. ബ്രഹ്മാവ് അവന് അനുഗ്രഹം കൊടുത്തു. അപ്പോൾ വരം കിട്ടിയപ്പോൾ താൻ അമരനായി എന്ന ബോധമുദിച്ചു. അദ്ദേഹത്തിന് അഹങ്കാരം വർദ്ധിച്ചു. ലോകത്തെ ഉപദ്രവിക്കാൻ തുടങ്ങി. നിയമങ്ങളെല്ലാം തെറ്റിക്കാൻ തുടങ്ങി. ദേവഗണങ്ങളെയൊക്കെ അവരുടെ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി തൻ്റെ ആൾക്കാരെ പ്രതിഷ്ഠിച്ച് തൻ്റെ ഭരണം നടത്താൻ തുടങ്ങി. ആ സമയത്ത് ദേവന്മാരൊക്കെ വളരെയധികം ദുഃഖിക്കുകയാണ്. അവനെ എതിർക്കാൻ ആർക്കും സാധിക്കുന്നില്ല, നല്ല ശക്തിയുണ്ട്. പോരാത്തതിന് ശിവപുത്രൻ മാത്രമേ അവനെ വധിക്കൂ എന്നുള്ളതാണ് വരം. അപ്പോൾ ദേവന്മാരെല്ലാം ചർച്ച നടത്തി. അപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് പാർവതി ദേവി മഹാദേവനെ വരിക്കാൻ വേണ്ടി തപസ്സനുഷ്ഠിക്കുകയാണ്. അപ്പോൾ പാർവതി ശിവ വിവാഹം നടന്നു കിട്ടിയാൽ ഉറപ്പായും ശിവപുത്രൻ ജനിക്കും. അതോടുകൂടി താരകാസുരൻ വധിക്കപ്പെടും. തങ്ങൾക്ക് തങ്ങളുടെ സ്ഥാനം തിരിച്ചു കിട്ടും. എന്നാൽ മഹാദേവൻ ഇവിടെ നിത്യസമാധിയിലാണ്, ആത്മാരാമനായിട്ടാണ് ഇരിക്കുന്നത്. ലോകത്തെക്കുറിച്ചൊരല്പം പോലും വിചാരമില്ല. അങ്ങനെ ഇരിക്കുന്ന മഹാദേവൻ എങ്ങനെയാണ് വിവാഹം നടക്കുക? അമ്മയെ ഒന്ന് കണ്ടാലല്ലേ വിവാഹത്തിനുള്ള സാധ്യത പോലും. അപ്പോൾ മഹാദേവനെ സമാധിയിൽ നിന്നും ഉണർത്തണം, ഉണർത്തി അമ്മയെ ഒന്ന് കാണിച്ചു കൊടുക്കണം എന്നുള്ള ഒരു വിചാരം ദേവന്മാർക്കുണ്ടായി. ദേവന്മാർ അതിന് ഏറ്റവും ശക്തനായ വ്യക്തി കാമദേവനാണെന്ന് തീരുമാനിച്ചു. കാമദേവനെ വിളിച്ച് മഹാദേവന്റെ അടുത്തേക്ക് അയച്ചു. കാമദേവന് ഭയമുണ്ട്. കാരണം ശിവന്റെ രൗദ്രഭാവം കണ്ടിട്ടുള്ളതാണ്. വീരഭദ്രനെ അയച്ചുകൊണ്ട് ദക്ഷന്റെ യാഗം മുടക്കിയ സമയത്തൊക്കെ ശിവന്റെ ക്രോധം തന്നെയാണ് വാസ്തവത്തിൽ വീരഭദ്രഭാവത്തിൽ അവിടെ ചെന്നത്. അപ്പൊ അത്രയും രൗദ്രതയുള്ളവനാണ്, തപോമൂർത്തിയാണ്, ഉഗ്രമൂർത്തിയാണ്. അപ്പൊ മനസ്സിനെ ശാന്തമാക്കി തന്നിൽ തന്നെ ലയിച്ചിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് അങ്ങനെയുള്ള ഒരു മൂർത്തിയെ ഉണർത്തിയാൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഭയമുണ്ട്. പക്ഷേ ഇത് ചെയ്തേ പറ്റൂ. കാരണം ശിവപുത്രൻ ഉണ്ടായാലേ തങ്ങൾക്കൊക്കെ രക്ഷയുള്ളൂ എന്ന് മനസ്സിലാക്കി കാമദേവൻ അവിടേക്ക് വന്നു. ലോകത്തെ മുഴുവൻ ജയിച്ചവനാണ് എന്നുള്ളൊരു അഹങ്കാരം പൊതുവെ കാമദേവൻ ഉണ്ടായിരുന്നു. തനിക്ക് നല്ല ശക്തിയുണ്ട് എന്നുള്ളൊരു വിചാരമുണ്ട്. അപ്പം ആ ഒരു വിചാരവും അവിടെ ഉള്ളിലുണ്ട്. അപ്പം മഹാദേവന്റെ നേർക്ക് അദ്ദേഹം തൻ്റെ അമ്പയച്ചു. പുഷ്പബാണങ്ങളാണ് കാമദേവൻ അയക്കുന്നത്. വസന്ത ഋതു അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ട് വരും. ഇപ്പോൾ കാലാവസ്ഥയൊക്കെ നല്ല രീതിയിലാക്കും. മനസ്സിനെ ഇളക്കമുണ്ടാക്കാനുള്ള, മനസ്സിനെ ആകർഷിക്കാനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് പുഷ്പബാണത്തെ എയ്ത സമയത്ത് മഹാദേവൻ പതുക്കെ ഒന്ന് കണ്ണു തുറന്നു. കാരണം മഹാദേവന്റെ മനസ്സിൽ ചെറുതായി ഒരു ഇളക്കമുണ്ടായി. ആ ബാണത്തിന്റെ ശക്തിയാണ്. അപ്പൊ സമാധിയിൽ നിന്നും ഉണർന്നു നോക്കിയപ്പോൾ ഉമാദേവിയെ വളരെ ദൂരെ കണ്ടു. തപസ്സനുഷ്ഠിക്കുകയാണ്. അങ്ങനെ ഉമാദേവിയെ കണ്ട ഉടനെ അദ്ദേഹത്തിന്റെ മനസ്സിൽ വിചാരമുണ്ടായി, എന്തുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് നോക്കിയത്? അകത്ത് ആത്മാരാമനായിരിക്കുന്ന എൻ്റെ മനസ്സിനെ ഇളക്കിയ എന്തോ ഒന്നുണ്ട്, അതെന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ചുറ്റുമൊന്ന് നിരീക്ഷിച്ചു. അങ്ങനെ നിരീക്ഷിക്കുന്ന സമയത്ത് ദൂരെ കാമദേവനെ കണ്ടു. അദ്ദേഹം ഏത അമ്പിന്റെ ഫലമാണ് ഇത് എന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ മൂന്നാം കണ്ണിനെ തുറന്നു. അതിൽ നിന്നും അഗ്നി വന്നു. കാമദേവൻ ഭസ്മമായി. അദ്ദേഹത്തിന്റെ ദേഹം ഭസ്മമായി. അങ്ങനെ അദ്ദേഹം ദേഹമില്ലാത്തവനായി ഭവിച്ചു. അനങ്കൻ എന്ന പേര് അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹം ഓടി വന്ന് മഹാദേവന്റെ കാൽക്കൽ വീണു. അദ്ദേഹത്തോട് മാപ്പപേക്ഷിച്ചു. ദേഹമില്ലാത്ത ഭാവത്തിലാണ്. അദ്ദേഹത്തിന്റെ പത്നി രതീദേവി അവിടെ വന്നു മഹാദേവനെ സ്തുതിച്ചു. മറ്റു ദേവന്മാരെല്ലാം വന്നു. ബ്രഹ്മാവ് തുടങ്ങിയവരൊക്കെ വന്നു. എല്ലാവരും മഹാദേവനെ സ്തുതിച്ചു. കാര്യമൊക്കെ ഉണർത്തിച്ചു. ആ സമയത്ത് മഹാദേവൻ ലോകമംഗളാർത്ഥമാണ് ഇത് ചെയ്യപ്പെട്ടതെന്ന് മനസ്സിലാക്കി കാമദേവനെ അനുഗ്രഹിച്ചു. നീ ദേഹമില്ലാത്തവനായി കുറേ കാലം വസിക്കും. നിന്റെ അഹങ്കാരം അതിലൂടെ ശമിക്കും. നിനക്ക് പരിശുദ്ധി വരും. അത് കഴിഞ്ഞാൽ ശ്രീകൃഷ്ണൻ അവതരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പുത്രനായിട്ട് നീ ആവിർഭവിക്കും. അപ്പോൾ നിനക്ക് ദേഹം ലഭിക്കും. അതുവരെയും നീ അനങ്കനായിരിക്കുക എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് പാർവതിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അതിനു മുമ്പ് പാർവതിയെ ഒന്ന് പരീക്ഷിക്കുന്നുണ്ട്. രസകരമായ ചില സന്ദർഭങ്ങൾ അവിടെയുണ്ട്. പാർവതിയെ പരീക്ഷിക്കുന്നത് ലോകശിക്ഷണാർത്ഥമാണ്. കാരണം അമ്മയ്ക്ക് തന്നോട് ഭക്തിയുണ്ടെന്നും തൻ്റെ അർദ്ധാംഗിനിയാണെന്നും മഹാദേവന് നല്ല ബോധമുണ്ട്.
പക്ഷേ വരം കൊടുക്കുമ്പോൾ പാത്രം നോക്കി വേണം കൊടുക്കാൻ. ദാനം കൊടുക്കുമ്പോഴുള്ള ഒരു നിയമമാണ്. അപ്പോൾ ഒരു വ്യക്തി വരം ചോദിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് പരീക്ഷിക്കണം. പാർവതിക്ക് അതിനുള്ള യോഗ്യതയുണ്ടെന്ന് മഹാദേവൻ അറിയാം. പക്ഷേ ലോകത്തിന് അത് ബോധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പാർവതി ദേവിയെ ചെറിയ രീതിയിലൊന്ന് പരീക്ഷിച്ച് അമ്മയുടെ മഹിമ ലോകത്തിന്റെ മുമ്പിൽ പ്രദർശിപ്പിച്ച് അമ്മയെ വിവാഹം കഴിക്കുന്നു. ഗംഭീരമായ വിവാഹമാണ്. പുരാണങ്ങളിൽ വളരെ വിസ്തരിച്ച് വർണ്ണിച്ചിട്ടുള്ള വിവാഹമാണ്. അങ്ങനെ വിവാഹം കഴിഞ്ഞു. കുറേ കാലങ്ങൾ കഴിഞ്ഞു. ശിവന് പുത്രൻ ഉണ്ടാകുന്നില്ല. ദേവന്മാർക്കൊക്കെ വല്ലാത്ത പരിഭ്രമമായി. അവരെല്ലാവരും കൈലാസത്തിലേക്ക് വീണ്ടും വന്നു. താരകാസുരൻ അവിടെ ഇങ്ങനെ തൻ്റെ താണ്ഡവമാടിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാവരെയും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ദേവന്മാരൊക്കെ വന്ന് മഹാദേവനെ വിളിച്ചു. മഹാദേവൻ വന്നു. എന്താ വേണ്ടതെന്ന് ചോദിച്ചു. കാര്യം ഉണർത്തിച്ചു. ആ സമയത്ത് മഹാദേവൻ തൻ്റെ കണ്ണെല്ലാം അടച്ചുകൊണ്ട് തൻ്റെ ഉള്ളിലുള്ള ശക്തിയെ തൻ്റെ മുഖങ്ങളിൽ നിന്നും 6 ജ്വാലകളായിട്ട് പുറപ്പെടുവിച്ചു. ലോകത്തിനെ മുഴുവൻ സംരക്ഷിക്കുന്നവനായി ഭവിക്കട്ടെ എന്നുള്ള ഭാവത്തിൽ ആ 6 ജ്വാലകൾ ഇങ്ങനെ ദേവന്മാരുടെ അടുത്തേക്ക് വന്നു. ജ്വാലകളാണ്, നല്ല തീക്ഷ്ണമായ ജ്വാലകളാണ്. എല്ലാ ദേവന്മാർക്കും ഭയം തോന്നി. അവർ പിന്നിലേക്ക് നീങ്ങി. ആ സമയത്ത് അഗ്നിദേവൻ വന്ന് ആ 6 ജ്വാലകളെയും സ്വീകരിച്ചു. ആ 6 ജ്വാലകളെയും സ്വീകരിച്ചു. സ്വയം അഗ്നിസ്വരൂപനാണ്, അഗ്നിദേവനാണ് എന്നിരുന്നാലും അദ്ദേഹത്തിന് പോലും ആ ജ്വാലകളുടെ തീക്ഷ്ണതയെ സഹിക്കാൻ പറ്റിയില്ല എന്നാണ് പുരാണം പറയുന്നത്. അത്രയും തീക്ഷ്ണമായ ജ്വാലയാണ്. കാരണം ശിവന്റെ ശക്തി തന്നെയാണ് 6 ജ്വാലകളായിട്ട് വന്നിട്ടുള്ളത്. അത്രയും തീക്ഷ്ണമായ ഭാവമാണ് ആ ജ്വാലകൾക്ക്. അതിനെ താങ്ങാൻ അഗ്നിക്ക് പോലും സാധിച്ചില്ല. അതുകൊണ്ട് അഗ്നി അതിനെ കൊണ്ടുപോയി ഗംഗാ നദിയിൽ നിക്ഷേപിച്ചു. ഗംഗ എല്ലാം പവിത്രീകരിക്കുന്നവളാണ്, തണുപ്പിക്കുന്നവളാണ്. അപ്പൊ ഗംഗയ്ക്ക് ഇത് താങ്ങാൻ പറ്റുമെന്ന് കരുതി ഗംഗയിൽ നിക്ഷേപിച്ചു. ഗംഗാദേവി അതുകൊണ്ട് ഒഴുകി. അമ്മയ്ക്കും അതിൻ്റെ താപം സഹിക്കാൻ പറ്റുന്നില്ല. അത്രയും തേജസ്സുള്ള ജ്വാലകളാണ്. അപ്പൊ എവിടെയെങ്കിലും ഇത് കൊണ്ടുപോയി നിക്ഷേപിക്കണമെന്ന് കരുതി അനുയോജ്യമായ സ്ഥലം തേടിക്കൊണ്ട് ഗംഗാദേവി പ്രവഹിച്ചു. ആ ജ്വാലകളെയും കൂട്ടി അങ്ങനെ ശരപ്പുല്ലുകൾ വളർന്നു നിൽക്കുന്ന ഒരു കാട്ടിൻ്റെ അടുത്ത് എത്തി. അവിടെയുള്ള പൊയ്കയിൽ കൊണ്ടുപോയി ഈ ജ്വാലകളെ നിക്ഷേപിച്ചു. ശരവണത്തിൽ ഇവിടെ കൊണ്ടുപോയി നിക്ഷേപിച്ചു. അവിടെ നിക്ഷേപിച്ചു കഴിഞ്ഞപ്പോൾ ക്രമേണ ആ ജ്വാലകൾ 6 കുട്ടികളായിട്ട് ഭവിച്ചു. 6 കുട്ടികളായി ഭവിച്ച ആ കുട്ടികൾ കരയാൻ തുടങ്ങിയ സമയത്ത് അവിടെ കൃത്തികകൾ അവരവിടെ വന്നിരുന്നു. ആ കൃത്തികകൾ ഈ കുട്ടികളുടെ ശബ്ദം കേട്ട് അങ്ങോട്ട് വന്ന്, ദേവതകളാണ് കൃത്തികകൾ, അവർ വന്ന് ആ കുട്ടികളെ എടുത്ത് അതിന് വേണ്ട 6 കുട്ടികൾക്കും പാല് കൊടുത്ത് അതിന് വേണ്ട പോഷകം നൽകി അതിനെ ശാന്തമാക്കി കഴിഞ്ഞപ്പോൾ ആ കൃത്തികകൾ ധ്യാനിച്ചു. അവർക്ക് മനസ്സിലായി മഹാദേവന്റെ സന്തതിയാണെന്ന്. അപ്പോൾ ഉമാദേവി കാത്തിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി 6 കുട്ടികളെയും കൊണ്ടുപോയി ഈ കൃത്തികകൾ പാർവതി ദേവിക്ക് സമർപ്പിച്ചു. പാർവതി വളരെ സന്തോഷത്തോടു കൂടി ഈ 6 കുട്ടികളെയും സ്വീകരിച്ച് ആലിംഗനം ചെയ്തു. ആ 6 കുട്ടികളെയും 6 മുഖങ്ങളുള്ള ഒറ്റ കുട്ടിയായിട്ട് പാർവതി ദേവി മാറ്റി. അത് കഴിഞ്ഞ് ആ കുട്ടിയെ മഹാദേവന്റെ അടുത്ത് കൊണ്ടുപോയി നിർത്തി. മഹാദേവൻ അവന് അനുഗ്രഹം കൊടുത്തു. തൻ്റെ പുത്രൻ എന്ന സ്ഥാനം കൊടുത്തു. അവൻ ഉപദേശം കൊടുത്തു. അത് കഴിഞ്ഞ് ലോകമംഗളാർത്ഥം അവൻ്റെ അഭിഷേകം നടത്താനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ദേവസേനയുടെ മുഴുവൻ നാഥനായിക്കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു. ആ സമയത്ത് പലരും പല ഉപഹാരങ്ങളും സ്കന്ദന് കൊടുക്കുന്നുണ്ട്. സ്കന്ദൻ എന്ന പേര് ആ കുട്ടിക്ക് കിട്ടി. അത് കിട്ടാനുള്ള കാരണം കുതിച്ചു ചാടുന്നവൻ എന്ന അർത്ഥത്തിലാണ്. സ്കദ് ധാതുവിൽ നിന്നാണ് അത് വരുന്നത്. അപ്പോൾ കുതിച്ചു ചാടുന്നവൻ, യോദ്ധാവായിരിക്കുന്നവൻ ആയതുകൊണ്ട് സ്കന്ദൻ എന്ന പേര് കൊടുത്തു. അഗ്നിയുടെ മകനായിട്ട് വന്നതുകൊണ്ട് അഗ്നിപുത്രൻ എന്ന പേര് കൊടുത്തു. ഗംഗാദേവിയുടെ മകനായതുകൊണ്ട് ഗാംഗേയൻ എന്ന പേര് കൊടുത്തു. കൃത്തികകളെടുത്ത് വളർത്തിയതുകൊണ്ട് കാർത്തികേയൻ എന്ന പേര് കൊടുത്തു. പാർവതി 6 മുഖങ്ങളുള്ളവനാക്കിയതുകൊണ്ട് പാർവതിയുടെ മകൻ എന്ന സ്ഥാനം കിട്ടി. പിന്നെ ശിവന്റെ തന്നെ മകനായതുകൊണ്ട് ശിവസുതൻ എന്ന പേര് കിട്ടി. അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം അത്രയും ഗംഭീരമായതുകൊണ്ട് സുബ്രഹ്മണ്യൻ എന്ന പേര് അദ്ദേഹത്തിന് കിട്ടി. അങ്ങനെ പല പേരുകൾ കൊടുത്തു. പല ഉപഹാരങ്ങളും അവിടെ വന്ന ആൾക്കാർ അദ്ദേഹത്തിന് കൊടുത്തു. ആ കൂട്ടത്തിൽ അമ്മ സാക്ഷാൽ ശക്തി കൊടുത്ത ഒരു ഉപഹാരമായിരുന്നു വേല്. വേലിന് ശക്തി എന്നൊരു പേരുമുണ്ട്. ആ വേലിനെ പിടിച്ചുകൊണ്ട് ദേവസേനയുടെ മുഴുവൻ നായകനായി അഭിഷേകം ചെയ്യപ്പെട്ട സേനാനായകനായ ആ സ്കന്ദ ഭഗവാൻ താരകാസുരന്റെ നേർക്ക് യുദ്ധത്തിനായി പോകുന്നു. ഗംഭീരമായ യുദ്ധം നടത്തുന്നു. താരകാസുരനെ വധിക്കുന്നു. ലോകത്തിൽ വീണ്ടും സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുന്നു. ഇതാണ് കാർത്തികേയന്റെ അവതാര കഥ. അപ്പൊ ഈ കഥ മുഴുവൻ മനസ്സിലാക്കിയാലേ അദ്ദേഹത്തിന്റെ പേരുകൾ പറയുമ്പോൾ നമുക്ക് വ്യക്തത വരും. അതുകൊണ്ടാണ് ഈ കഥ ആദ്യം ഒന്ന് സൂചിപ്പിച്ചത്. ഇത് കഴിഞ്ഞും ഒരുപാട് ലീലകൾ കാർത്തികേയൻ ചെയ്യുന്നുണ്ട്.
പക്ഷെ പ്രധാനമായും ഇതാണ് അദ്ദേഹത്തിൻ്റെ അവതാര കഥ. നമുക്ക് ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. ഇവിടെ ആദ്യമായി പറയുന്ന നാമം യോഗീശ്വര എന്നാണ്. യോഗികളുടെ ഈശ്വരനായിരിക്കുന്നവൻ. യോഗി എന്ന് പറഞ്ഞാൽ ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചവൻ എന്നാണ്. ആത്മഭാവത്തിൽ അകത്ത് ശോഭിക്കുന്നത് സാക്ഷാത് മഹാദേവൻ തന്നെയാണ്, ശിവൻ തന്നെയാണ്. അപ്പോൾ തൻ്റെ സ്വരൂപം ശിവമാണെന്ന് തിരിച്ചറിയുന്ന ശിവോഹം എന്ന ബോധത്തിലേക്ക് ഉയർന്നുവെന്നാണ് യോഗി. യുജ് ധാതു, അതായത് ചേർച്ച എന്ന അർത്ഥത്തിൽ നിന്നാണ് ആ പദം വരുന്നത്. അപ്പൊ താൻ എന്നും തന്നിൽ നിന്ന് അന്യമായ ആത്മാവെന്നുമുള്ള ഒരു ഭേദം മാറി താൻ തന്നെയാണ് ശിവൻ എന്നുള്ള ബോധം സിദ്ധിക്കുമ്പോൾ അവൻ യോഗം നേടുന്നു, യോഗിയായി ഭവിക്കുന്നു. ആ യോഗികൾക്ക് ഈശ്വരനായിരിക്കുന്നവൻ, അതായത് ആ യോഗികളെ യോഗം നേടാനായിട്ട് ശിക്ഷിക്കുന്നത്, പഠിപ്പിക്കുന്നത് സുബ്രഹ്മണ്യ സ്വാമിയാണ്, ലോകഗുരുവാണ്. അതുകൊണ്ട് യോഗീശ്വരനാണ്. അവർ യോഗം നേടുമ്പോൾ ഏതൊന്നിനെയാണോ അറിയുന്നത് ആ ഈശ്വരനായിരിക്കുന്നതും സാക്ഷാത് സുബ്രഹ്മണ്യൻ സ്വാമി തന്നെയാണ്. ശിവൻ തന്നെയാണ് സുബ്രഹ്മണ്യൻ, ഭേദമില്ല. അതുകൊണ്ടും യോഗീശ്വരനാണ് അദ്ദേഹം. ആദ്യത്തെ നാമം യോഗീശ്വര. രണ്ടാമതായി അദ്ദേഹത്തെ വിളിക്കുന്നു മഹാസേന. വലിയ സേനയെ നയിക്കുന്നവനാണ് അദ്ദേഹം. വലിയ സേന എന്ന് പറയുന്നത് ദേവന്മാരുടെ സേന തന്നെയാണ്, അതിൻ്റെ നായകനാണ്. അതുകൊണ്ട് മഹാസേന. അദ്ദേഹത്തിൻ്റെ സേനയിലുള്ളവരെല്ലാം തന്നെ മഹാത്മാക്കളാണ്, വളരെ ശക്തിയുള്ള യോദ്ധാക്കളാണ്. അപ്പൊ അവരെ മുഴുവൻ നയിക്കുന്നവനാകുമ്പോൾ എത്രയധികം ശക്തി സ്കന്ദനുണ്ടാകുമെന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാവുന്നതേയുള്ളൂ. അതുകൊണ്ട് മഹാസേന. കാർത്തികേയ, ഇതാണ് മൂന്നാമത്തെ നാമം. കൃത്തികകൾ എടുത്ത് വളർത്തിയതുകൊണ്ട്, അവർ പാല് കൊടുത്തത് കൊണ്ട്, ആ കുട്ടികളെ അമ്മയ്ക്ക് കൊണ്ടുപോയി, അതായത് ഉമയ്ക്ക് കൊണ്ടുപോയി ഏൽപ്പിച്ചത് കൊണ്ട് കൃത്തികകളുടെ മകൻ എന്ന സ്ഥാനം ഭഗവാന് കിട്ടി. അതുകൊണ്ട് കാർത്തികേയ എന്ന് ഭഗവാനെ വിളിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് വിളിക്കുന്നു അഗ്നി നന്ദന. നന്ദന ശബ്ദത്തിന് മകൻ എന്നർത്ഥം. അപ്പൊ അഗ്നിയുടെ മകനാണ്. കഥയിൽ നമ്മൾ കേട്ടതാണ്, ആ 6 ജ്വാലകളെ സ്വീകരിച്ചത് അഗ്നി ഭഗവാനാണ്. അതുകൊണ്ട് അഗ്നിപുത്രനാണ് സ്കന്ദൻ. അപ്പൊ അഗ്നി നന്ദന. ഇനി നന്ദന ശബ്ദത്തിന് സന്തോഷിപ്പിക്കുന്നവൻ എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ അഗ്നിയെ സന്തോഷിപ്പിക്കുന്നവനാണ് സുബ്രഹ്മണ്യ സ്വാമി. അതുകൊണ്ട് അഗ്നി നന്ദന എന്ന് വിളിച്ചിരിക്കുന്നു. അഗ്നിയെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അഗ്നി ഭക്ഷണം കഴിക്കുന്നത് അധികവും യജ്ഞത്തിലാണ്. അപ്പോൾ യജ്ഞം നടക്കുന്ന സമയത്താണ് അഗ്നിക്ക് ആവശ്യമുള്ളത് ലഭിക്കുന്നത്. അഗ്നി ദേവന്മാരുടെ മുഴുവൻ മുഖമാണെന്ന് പറയും. അത് മുഴുവൻ സ്വീകരിച്ച് അഗ്നിയാണത് മറ്റു ദേവതകൾക്കൊക്കെ കൊടുക്കുന്നത്. അഗ്നിക്കുള്ളത് സ്വയം എടുത്ത് ബാക്കിയുള്ളവർക്കെല്ലാം കൊടുക്കുന്നതും അഗ്നി തന്നെയാണ്. അപ്പൊ അഗ്നിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവുക യജ്ഞം നടക്കുന്ന സമയത്താണ്. യജ്ഞം നടക്കണമെങ്കിൽ സനാതനമായ ധർമ്മം പരിപാലിക്കപ്പെടണം. സാക്ഷാത് സുബ്രഹ്മണ്യ സ്വാമിയാണ് സനാതന ധർമ്മത്തെ പരിപാലിക്കുന്നവൻ. അദ്ദേഹം സേനാനായകനാണ്, ദേവസേനാ നായകനാണ്. അപ്പോൾ ദേവന്മാരുടെ ഹിതത്തിനു വേണ്ടി ലോകത്തിൽ പ്രവർത്തിക്കുന്നവനാണ്. അതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും ആവശ്യമുള്ള അറിവിനെ പ്രദാനം ചെയ്ത് അവരുടെ പ്രജ്ഞയെ വർദ്ധിപ്പിച്ച് അവർ സത്കർമ്മം ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുന്നത് സുബ്രഹ്മണ്യ സ്വാമിയാണ്. അതുകൊണ്ട് എല്ലാവരും യജ്ഞം നടത്തുന്നു. അപ്പോൾ യജ്ഞം നടക്കുന്ന സമയത്ത് സ്വാഭാവികമായും അഗ്നി സന്തോഷിക്കുന്നു. ഇനി അഗ്നിക്ക് പുത്രഭാവത്തിലുള്ളവനാണെന്ന് പറഞ്ഞു. അപ്പൊ തൻ്റെ പുത്രൻ ഇത്രയും അധികം ശ്രേഷ്ഠമായി പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ പിതാവ് എന്ന നിലയിലും അഗ്നി സന്തോഷിക്കുന്നു. അതുകൊണ്ട് അഗ്നി നന്ദന. അപ്പോൾ യോഗീശ്വര, മഹാസേന, കാർത്തികേയ, അഗ്നി നന്ദന 4 നാമങ്ങൾ പറഞ്ഞു. അടുത്തത് സ്കന്ദ. നമ്മൾ നേരത്തെ കേട്ടതാണ്, സ്കദ് ധാതുവിൽ നിന്നാണ്. കുതിച്ചു ചാടുന്നവൻ എന്ന അർത്ഥത്തിൽ സ്കന്ദൻ. ഒരു യോദ്ധാവാണ് അദ്ദേഹം. യുദ്ധകളത്തിൽ ശത്രുവിൻ്റെ നേർക്ക് കുതിച്ചു ചാടുന്നവനാണ്. പിന്നോട്ട് പോകുന്ന ഒരു രീതി ഭഗവാനില്ല. ശത്രു എത്ര ബലമുള്ളവനാണെങ്കിലും സധൈര്യം നേരിടും, ആ ശത്രുവിനെ വധിക്കും. അത്രയും ശക്തിയുള്ളവൻ, ധീരനായവൻ. അതുകൊണ്ട് സ്കന്ദ എന്ന് ഭഗവാനെ വിളിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു യുദ്ധക്കളത്തിൽ ഭഗവാൻ ശത്രുവിൻ്റെ മുമ്പിലേക്ക് ചാടി വീഴുന്ന ആ ഒരു ഭാവം നമ്മൾ മനസ്സിൽ കൊണ്ടുവരണം. സ്കന്ദ എന്ന ശബ്ദം കേൾക്കുമ്പോൾ ശക്തി പിടിച്ചുകൊണ്ട്, വേല് പിടിച്ചുകൊണ്ട് ചാടുന്ന ഭഗവാനെ ഓർക്കുക. കുമാര. കുമാര ശബ്ദത്തിന് ബാലൻ എന്നൊരർത്ഥമുണ്ട്. ഭഗവാൻ ബാലനാണ്, ബാലസ്വരൂപത്തിലാണ്. സുബ്രഹ്മണ്യ സ്വാമിയുടെ ഇപ്പൊ നമ്മൾ യോദ്ധാവായിട്ടൊക്കെ പറയുമെങ്കിലും അദ്ദേഹം എപ്പോഴും കുമാരനാണ്. ആ കുമാരഭാവത്തിലാണ് അദ്ദേഹം ശോഭിക്കുന്നത്. എന്നാൽ വളരെയധികം ശക്തനാണ്. അതുകൊണ്ട് കുമാര എന്ന് വിളിച്ചിരിക്കുന്നു. കുമാര ശബ്ദത്തിന് അഗ്നി എന്നർത്ഥമുണ്ട്. അപ്പൊ അഗ്നിസ്വരൂപനാണ് സ്കന്ദൻ. അഗ്നിയെ പോലെ ജ്വലിക്കുന്നവനാണ്.
ലോകത്തിലുള്ള പാപങ്ങളെ മുഴുവൻ ദഹിപ്പിക്കുന്നവനാണ്. അതുകൊണ്ട് അഗ്നി സമാനനാണ് കുമാര എന്ന് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നു. കുമാര ശബ്ദത്തിന് കളിക്കുന്നവൻ, ക്രീഡിക്കുന്നവൻ എന്നർത്ഥമുണ്ട്. അപ്പോൾ ഭഗവാൻ ചെയ്യുന്ന എല്ലാ ശ്രേഷ്ഠമായ പ്രവൃത്തിയും വളരെ ലാഘവത്തോടു കൂടിയാണ് ചെയ്യുന്നത്. എല്ലാ പ്രവൃത്തിയും കളിയായിരിക്കുന്നവനായതുകൊണ്ട് കളിക്കുന്നവനാണ്. അതുകൊണ്ട് കുമാര എന്ന് വിളിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് വിളിക്കുന്നു സേനാനി. സേനാനി എന്ന് പറഞ്ഞാൽ സേനയെ നയിക്കുന്നവൻ. അപ്പോൾ ഒരു സേനയിൽ ഉള്ളവരെല്ലാം യോദ്ധാക്കളായിരിക്കും. യോദ്ധാക്കൾക്ക് പൊതുവെ നല്ല അഹങ്കാരം ഉണ്ടാവും അവരുടെ ബലത്തിൽ. അങ്ങനെയുള്ള ആൾക്കാരെ മെരുക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ അവരെക്കാൾ ശക്തിയുള്ളവനായിരിക്കണം എന്ന് അവർ പോലും അംഗീകരിക്കണം. അത്രയും ശ്രേഷ്ഠതയുള്ളവന് മാത്രമേ ഒരു സേനയെ നയിക്കാൻ പറ്റൂ. അപ്പോൾ വലിയ സേനയുള്ളവനാണ് മഹാസേന എന്ന് വിളിച്ചു. ആ സേനയെ നയിക്കുന്നത് എല്ലാ യുദ്ധത്തിലും മുമ്പിൽ നിന്നാണ് ഭഗവാൻ നയിക്കുന്നത്. ആജ്ഞാപിക്കുകയല്ല, മുമ്പിൽ നിന്ന് പൊരുതി നയിക്കുന്നവനായതുകൊണ്ട് സേനാനി എന്ന് ഭഗവാനെ വിളിച്ചിരിക്കുന്നു. സ്വാമി. സ്വാമി എന്നാൽ പ്രഭു എന്നാണ് അർത്ഥം. എല്ലാവരെയും ഭരിക്കുന്നവനാണ്, അതുകൊണ്ട് സ്വാമിയാണ്. ലോകത്തിന്റെ മുഴുവൻ ചക്രവർത്തിയാണ്, രാജാവാണ്, അതുകൊണ്ട് സ്വാമിയാണ്. കാരണം ധർമ്മം നിലനിർത്തുന്നത് എപ്പോഴും രാജാവാണ്. ധർമ്മം തെറ്റി എന്നുള്ളൊരു അവസ്ഥയുണ്ടായാൽ, അധർമ്മത്തിന് ബലം കൂടി എന്നൊരു അവസ്ഥയുണ്ടായാൽ നമ്മൾ ആശ്രയം പ്രാപിക്കേണ്ടത്, ഈ ലോകത്തിലുള്ളവരെല്ലാം ആശ്രയം പ്രാപിക്കേണ്ടത് സ്വാമിയായിരിക്കുന്ന സുബ്രഹ്മണ്യനെയാണ്. അദ്ദേഹം ധർമ്മത്തെ പരിപാലിക്കും. അതുകൊണ്ട് സ്വാമി എന്ന് വിളിച്ചിരിക്കുന്നു. സ്വാമി എന്ന പദം കൊണ്ട് ആചാര്യൻ എന്ന പദവിയും സൂചിപ്പിക്കുന്നു. ലോകത്തെ പഠിപ്പിക്കുന്നവനാണ് ഭഗവാൻ, അതുകൊണ്ട് സ്വാമിയാണ്. ആത്മസംബന്ധമായ ജ്ഞാനത്തെ ലോകത്തിന് പ്രദാനം ചെയ്യുന്ന ഗുരുവാണ്, അതുകൊണ്ട് അദ്ദേഹം സ്വാമിയാണ്. ഇനി ആത്മസംബന്ധമല്ലാത്ത ലൗകികമായ ജ്ഞാനവും പ്രദാനം ചെയ്യും. കാരണം അറിവിന്റെ ദേവത കൂടിയാണ് സുബ്രഹ്മണ്യ സ്വാമി. അറിവ് നേടണമെന്നുണ്ടെങ്കിൽ, അതും പ്രത്യേകിച്ചും സൂക്ഷ്മമായ ശാസ്ത്രങ്ങളിൽ അറിവ് നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായും ഉപാസിക്കേണ്ടത് സുബ്രഹ്മണ്യ സ്വാമിയാണ്. ഇപ്പൊ ജ്യോതിഷശാസ്ത്രമൊക്കെ പഠിക്കുന്ന ആൾക്കാര് സുബ്രഹ്മണ്യനെ ഉപാസിച്ചിട്ട് വേണം പഠിക്കാൻ തുടങ്ങാൻ. കാരണം ഭഗവാനാണ് അത് ലോകത്തിന് പ്രദാനം ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ അറിവൊക്കെ കിട്ടണമെങ്കിൽ സ്വാമിയായ സുബ്രഹ്മണ്യ സ്വാമിയെ നമ്മൾ ഭജിക്കണം. അപ്പൊ ആ സ്വാമി എന്ന വിളിയിൽ തന്നെ നമുക്ക് രക്ഷ നൽകുന്ന രാജാവാണ്, അറിവ് നൽകുന്ന ഗുരുവുമാണെന്നുള്ള ധ്വനി ഉണ്ടായി. ശങ്കര സംഭവ. ശങ്കരൻ എന്നാൽ മഹാദേവൻ. മഹാദേവനിൽ നിന്നും ആവിർഭവിച്ചവനായതുകൊണ്ട് ശങ്കര സംഭവ. ശങ്കരോതി ഇതി ശങ്കര എന്നാണ്. മംഗളത്തെ ചെയ്യുന്നവൻ ശങ്കരൻ. അപ്പൊ മംഗളത്തെ ചെയ്യാൻ വേണ്ടി സംഭവിച്ചവനായതുകൊണ്ട് ശങ്കര സംഭവ. ലോകമംഗളാർത്ഥമാണ് ഭഗവാൻ അവതരിച്ചത്. ലോകത്തിലുള്ള അധർമ്മങ്ങളെ മുഴുവൻ നശിപ്പിച്ച് ധർമ്മത്തെ പരിപാലിക്കാൻ വേണ്ടി. ഒരു വ്യക്തി തൻ്റെ വൈയക്തികമായ തലത്തിൽ ഭഗവാനെ ഉപാസിക്കുമ്പോൾ അവൻ്റെ അകത്ത് തന്നെയാണ് അവൻ്റെ ലോകം. അവിടെയുള്ള അധർമ്മങ്ങളെ ഭഗവാൻ ഇല്ലാതെയാക്കും, അവിടെയുള്ള ധർമ്മങ്ങളെ ഭഗവാൻ പോഷിപ്പിക്കും. അങ്ങനെ മംഗളത്തെ നമുക്ക് നൽകും. അതുകൊണ്ട് ശങ്കര സംഭവ. ഇതായിരുന്നു ആദ്യത്തെ ശ്ലോകം. സ്കന്ദ ഉവാച യോഗീശ്വരോ മഹാസേന കാർത്തികേയോ അഗ്നിനന്ദന സ്കന്ദ കുമാര സേനാനി സ്വാമി ശങ്കര സംഭവ. 9 നാമങ്ങൾ ഈ ശ്ലോകത്തിൽ നമ്മൾ ചിന്തിച്ചു. തുടർന്ന് രണ്ടാമത്തെ ശ്ലോകമാണ്. ഗാംഗേയസ്താമ്രചൂഡശ്ച ബ്രഹ്മചാരി ശിഖിധ്വജ താരകാരി രുമാപുത്ര ക്രൗഞ്ചാരിശ്ച ഷടാനന. ഗാംഗേയ, ഗംഗയുടെ മകനായിട്ട് ആവിർഭവിച്ചവൻ. കഥയിൽ നമ്മൾ കേട്ടതാണ്. അഗ്നി കൊണ്ടുപോയി നിക്ഷേപിച്ചത് ഗംഗാദേവിയിലാണ്. ആ ജ്വാലകളെ ഗംഗയാണ് ശരവണത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചത്. അതുകൊണ്ട് ഗാംഗേയനാണ്. ഗംഗ ചെയ്യുന്നത് എന്താ? ലോകത്തെ പവിത്രീകരിക്കുകയാണ്. അതുപോലെ ഗംഗയ്ക്ക് സമാനമായി ലോകത്തെ പവിത്രീകരിക്കുന്നവനായതുകൊണ്ടും ഗാംഗേയനാണ് സുബ്രഹ്മണ്യ സ്വാമി. അത് കഴിഞ്ഞ് പറയുന്നു താമ്രചൂഡ. താമ്രചൂഡ, താമ്രം എന്ന ശബ്ദത്തിന് രക്തചന്ദനം എന്ന അർത്ഥമുണ്ട്. അപ്പോൾ രക്തചന്ദനത്തെ പുരട്ടിയവൻ, ആ അലങ്കാരം, ആ കുറിക്കൂട്ടിനെ ധരിച്ചവനായതുകൊണ്ട് താമ്രചൂഡ എന്ന് ഭഗവാനെ വിളിക്കാം. താമ്രം എന്നതിന് ചുവപ്പ് എന്ന അർത്ഥമുണ്ട്. അപ്പോൾ ചുവന്ന ചൂടം, ചൂടം എന്ന ശബ്ദത്തിന് ഇവിടെ കിരീടം, ശിരോലങ്കാരം എന്ന അർത്ഥം എടുക്കാം. അപ്പോൾ ചുവന്ന കിരീടം ധരിച്ചവൻ. ചുവന്ന കിരീടം എന്ന് പറയുമ്പോൾ സ്വർണ്ണ കിരീടം എന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഉരുക്കിയ സ്വർണത്തിന്റെ ഒരു തിളക്കമുണ്ട്, അതൊരു ചുവന്ന തിളക്കമാണ്, ചുവപ്പ് കലർന്ന ഒരു മഞ്ഞയാണ്. അപ്പൊ അങ്ങനത്തെ അഗ്നിക്ക് സമാനമായ കിരീടം ധരിച്ചവനായതുകൊണ്ട് താമ്രചൂഡ എന്ന് ഭഗവാനെ വിളിച്ചിരിക്കുന്നു.
അത് കഴിഞ്ഞ് പറയുന്നു ബ്രഹ്മചാരി. ബ്രഹ്മചാരിയാണ്, നിത്യബ്രഹ്മചാരിയാണ്. അദ്ദേഹത്തിന് ഒരു അല്പം പോലും ലൗകികത ഇല്ല. ലോകത്തിൽ ഇരിക്കുമ്പോഴും അദ്ദേഹം ബ്രഹ്മത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ബ്രഹ്മത്തിൽ നിത്യം ചരിക്കുന്നവനായതുകൊണ്ട് ബ്രഹ്മചാരിയാണ്. അദ്ദേഹം ബ്രഹ്മത്തെ നേടണം എന്ന ഉദ്ദേശത്തോടു കൂടി ചരിക്കുന്നു, അതുകൊണ്ടും ബ്രഹ്മചാരിയാണ്. അതായത് അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ബ്രഹ്മബോധം മാത്രമാണ്. ഒരു പ്രവൃത്തിയും മറ്റൊരു ഉദ്ദേശത്തോടു കൂടിയല്ല അദ്ദേഹം ചെയ്യുന്നത്, അതുകൊണ്ട് ബ്രഹ്മചാരിയാണ്. ബ്രഹ്മബോധത്തിൽ തന്നെ ചരിക്കുന്നവൻ. പിന്നെ വിദ്യാർത്ഥി എന്ന അർത്ഥവും ബ്രഹ്മചാരി ശബ്ദത്തിന് വരും. എപ്പോഴും വിദ്യയെ സമ്പാദിക്കുന്നവൻ. അദ്ദേഹം അറിവിന്റെ പൂർണ്ണതയാണ്. പക്ഷെ ലോകത്തിലുള്ള അറിവുകൾ മുഴുവൻ ശേഖരിച്ച് ലോകത്തിന് ആവശ്യമനുസരിച്ച് കൊടുക്കുന്നവനാണ്. അപ്പോൾ അറിവിനെ രചിക്കുന്നവൻ എന്ന അർത്ഥത്തിലും ബ്രഹ്മചാരി എന്ന് അദ്ദേഹത്തെ വിളിക്കാം. അത് കഴിഞ്ഞ് വിളിക്കുന്നു ശിഖിധ്വജ. ശിഖിധ്വജൻ എന്ന് പറഞ്ഞാൽ കോഴിയെ കൊടിയടയാളമാക്കിയവൻ. ശിഖി എന്ന ശബ്ദത്തിന് കോഴി എന്നർത്ഥം. കോഴിയെ കൊടിയടയാളമാക്കിയവൻ ശിഖിധ്വജൻ. ഭഗവാന്റെ കൊടിയടയാളം കോഴിയാണ്. അതുണ്ടാവാൻ ഒരു കഥയുണ്ട്. അതായത് ശൂരപത്മൻ എന്ന് പേരുള്ള ഒരു അസുരൻ, അദ്ദേഹം വരമൊക്കെ വാങ്ങി വളരെയധികം ബലം സിദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ദേവന്മാരുടെ നേർക്ക് തിരിഞ്ഞു, ദേവന്മാരെ ഉപദ്രവിക്കാൻ തുടങ്ങി. ആ സമയത്ത് ദേവസേനാധിപതിയായ സുബ്രഹ്മണ്യൻ അദ്ദേഹത്തിന് ഉപദേശം ദൂതൻ വഴി അയച്ചു കൊടുത്തു. ദേവന്മാരെ ഒന്നും ഉപദ്രവിക്കാൻ പാടില്ല, ധർമ്മത്തിലേക്ക് വരണം, ധർമ്മമാർഗത്തിൽ ചരിക്കണം. സുബ്രഹ്മണ്യ സ്വാമി ഗുരുവാണെന്ന് പറഞ്ഞു. ആ സ്വഭാവം അദ്ദേഹം എപ്പോഴും കാണിക്കും. ശത്രുക്കളെ പോലും ഉപദേശിക്കുന്ന ഒരു രീതി അദ്ദേഹത്തിനുണ്ട്. അപ്പൊ താരകാസുര വധത്തിനു മുമ്പ് താരകാസുരനെ ഭഗവാൻ ഉപദേശിക്കുന്നുണ്ട്, അദ്ദേഹത്തെ നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അത് സംഭവിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ മാത്രമാണ് വധിക്കുന്നത്. ശൂലം കൊണ്ടാണ് വധിക്കുന്നത്, വേലുകൊണ്ടാണ് വധിക്കുന്നത്. അപ്പൊ സുബ്രഹ്മണ്യ സ്വാമി എല്ലാവരെയും നന്നാക്കാൻ ശ്രമിക്കുന്നവനാണ്, നേർവഴി കാട്ടുന്ന ആചാര്യനാണ്. അപ്പൊ അതുകൊണ്ട് ഈ ശൂരപത്മന്റെ അടുത്തേക്ക് ദൂതനെ അയച്ചു, ഉപദേശം കൊടുത്തു. ശൂരപത്മൻ അതൊന്നും വില വെച്ചില്ല, യുദ്ധം ആരംഭിച്ചു. ഗംഭീരമായ യുദ്ധം നടന്നു. സുബ്രഹ്മണ്യ സ്വാമിയുടെ എതിരെ നിൽക്കുക എന്നുള്ളത് അസാധ്യമാണെന്ന് ശൂരപത്മന് മനസ്സിലായി. യുദ്ധത്തിൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ പറ്റില്ല. എന്നാൽ കീഴടങ്ങാനുള്ള മനസ്സും അദ്ദേഹത്തിനില്ല. അപ്പോൾ ഒളിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കടലിന്റെ നടുവിൽ ചെന്ന് ഒരു മാവിന്റെ ആകൃതി, ഒരു മാവിന്റെ വൃക്ഷത്തിന്റെ ആകൃതി സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം നിന്നു. സുബ്രഹ്മണ്യ സ്വാമി തന്നെ ഇവിടെ കണ്ടെത്തുകയില്ല എന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചു. എന്നാൽ ഭഗവാൻ സർവജ്ഞനാണ്. അദ്ദേഹം നിൽക്കുന്ന ഇടം കണ്ടെത്തി അവിടെ വന്നു. തൻ്റെ ആയുധം ഉപയോഗിച്ചുകൊണ്ട് ആ മാവിനെ രണ്ടായിട്ട് പിളർന്നു. അങ്ങനെ ആ അസുരന് വധം ചെയ്തു. ആ രണ്ടായി പിളർന്ന സമയത്ത്, ആ അസുരൻ രണ്ടായ സമയത്ത് ആ രണ്ട് ഭാവങ്ങളും രണ്ട് രൂപങ്ങളെ സ്വീകരിച്ചു. ഒന്ന് കോഴിയായിട്ടും മറ്റേത് മയിലായിട്ടും ഭവിച്ചു. അങ്ങനെ ശൂരപത്മന്റെ ദേഹത്തിൽ നിന്നാണ് ഇത് രണ്ടും ആവിർഭവിച്ചത്. ആ കോഴിയെ തൻ്റെ കൊടിയടയാളമാക്കിയിട്ട് ഭഗവാൻ സ്വീകരിച്ചു. ആ മയിലിനെ തൻ്റെ വാഹനമാക്കിയിട്ട് സ്വീകരിച്ചു. അതുകൊണ്ട് ശിഖിധ്വജ. അപ്പൊ ശൂരപത്മന്റെ വധത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ കോഴിയെ കൊടിയടയാളമാക്കിയവനും അതുപോലെ മയിലിനെ വാഹനമാക്കിയവനും, അതുകൊണ്ട് ശിഖിധ്വജ എന്ന് വിളിച്ചിരിക്കുന്നു. കോഴി ഉണർവിന്റെ പ്രതീകമായിട്ട് പറയും. അപ്പോൾ ലോകത്തിനെ ഉണർത്തുന്നവനാണ് എന്നതുകൊണ്ട് ശിഖിധ്വജനാണ്. കാരണം അറിവ് കൊടുത്തിട്ടാണ് ലോകത്തെ ഉണർത്തുന്നത്. ഒരു കോഴി സൂര്യൻ ഉദിക്കുന്ന സമയത്ത് കൂവിക്കൊണ്ട് ആൾക്കാരെ അറിയിക്കുന്ന പോലെ നമ്മുടെ അകത്തുള്ള ആത്മസൂര്യനെ ഉദിപ്പിച്ച് അത് ലോകത്തെ അറിയിക്കുന്നവനാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട് കോഴിയെ കൊടിയടയാളമാക്കുന്നു. അപ്പൊ അറിവ് പ്രദാനം ചെയ്യുന്നവൻ എന്നർത്ഥത്തിൽ ശിഖിധ്വജ എന്ന് ഭഗവാനെ വിളിച്ചിരിക്കുന്നു. അപ്പൊ ഗാംഗേയ താമ്രചൂഡ ബ്രഹ്മചാരി ശിഖിധ്വജ. അത് കഴിഞ്ഞ് പറയുന്നു താരകാരി. താരകൻ എന്ന അസുരന്റെ അരിയായിരിക്കുന്നവൻ. അരി എന്നാൽ ശത്രു. അപ്പൊ താരകാസുരന്റെ ശത്രുവായിരിക്കുന്നവൻ, താരകാസുരനോട് യുദ്ധം ചെയ്ത് താരകാസുരനെ വധിച്ചവൻ. എന്തുകൊണ്ടാണ് താരകാസുരന്റെ ശത്രുവായത്? താരകൻ അധർമ്മത്തെ ആചരിച്ചു. അധർമ്മം ആചരിക്കുന്നവർക്കൊക്കെ ഭഗവാൻ ശത്രുവാണ്. കാരണം ഭഗവാൻ അധർമ്മത്തെ ഇല്ലാതെയാക്കാനായിട്ട് ആവിർഭവിച്ചവനാണ്. ആദ്യം ഉപദേശിച്ച് നന്നാക്കാൻ നോക്കും. ഉപദേശം സ്വീകരിക്കുന്നില്ലെങ്കിൽ യുദ്ധം ഉറപ്പാണ്, യുദ്ധത്തിൽ വധവും ഉറപ്പാണ്. അതുകൊണ്ട് താരകാരി. ഉമാപുത്ര. ഉമ പാർവതീദേവി, പാർവതീദേവിയുടെ പുത്രനായിട്ട് ആവിർഭവിച്ചവൻ, പാർവതീദേവിയെ സന്തോഷിപ്പിച്ചവൻ. ആ ഉമാദേവിയാണ് ഭഗവാന് 6 മുഖൻ എന്ന ഭാവം കൊടുത്തത്. 6 കുട്ടികളായിട്ടാണ് കൃത്തികകൾ കൊണ്ടുവന്നത്. ആ കൃത്തികകൾ കൊണ്ടുവന്ന കുട്ടിക്ക് 6 മുഖമുള്ളവനാക്കിയത് ഉമാദേവിയാണ്. ചില കഥകളിൽ പിന്നീട് മഹാദേവൻ ഒറ്റ മുഖമുള്ളവനാക്കി എന്നും പറയുന്നുണ്ട്. അപ്പൊ 6 മുഖത്തിനുള്ള സാധ്യതയുണ്ടെങ്കിലും ഒറ്റ മുഖമായിട്ട് നടക്കുന്ന കുട്ടി എന്ന ഭാവം സ്വീകരിച്ചുവെന്നും ചില കഥകളിൽ കാണാം.
അപ്പൊ ആവശ്യമുള്ളപ്പോഴാണ് ആറുമുഖത്തെ പ്രദർശിപ്പിക്കുന്നത് എന്നും വരും. അതുകൊണ്ട് ഉമാപുത്ര, ഉമയുടെ മകനായിരിക്കുന്നവൻ, ഉമയെ സന്തോഷിപ്പിക്കുന്നവൻ. ശക്തിയുടെ മകനാണ്, ശിവന്റെയും ശക്തിയുടെയും മകനാണ്. ശിവനും ശക്തിയും ഒരേ തത്വത്തിന്റെ രണ്ട് ഭാവങ്ങളാണ്. അവർ രണ്ടല്ല, ഒന്ന് തന്നെയാണ്. ആ രണ്ടും ചേർന്നുകൊണ്ടൊരു രൂപമെടുത്താൽ ആ രൂപമാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ. അപ്പൊ ഭഗവാനെ വിളിക്കുന്ന സമയത്ത്, സുബ്രഹ്മണ്യനെ ആരാധിക്കുന്ന സമയത്ത് നമ്മൾ ശിവനെയും ശക്തിയെയും ഒരുമിച്ച് ആരാധിക്കുകയാണ്. ആ വൈഭവം സുബ്രഹ്മണ്യ സ്വാമിക്കുണ്ട്. അതുകൊണ്ട് ഉമാപുത്ര. ക്രൗഞ്ചാരി, ക്രൗഞ്ചന്റെ ശത്രുവായിരിക്കുന്നവൻ ക്രൗഞ്ചാരി. ക്രൗഞ്ചൻ എന്ന് പറയുന്നത് ഒരു അസുരനായിരുന്നു. അദ്ദേഹം ഒരു പർവ്വതത്തിന്റെ ആകൃതി സ്വീകരിച്ചിട്ട് ഭൂമിയിൽ വസിച്ചു. സുബ്രഹ്മണ്യ സ്വാമിയിൽ നിന്നും ഒളിച്ചിരുന്നതാണ്. അദ്ദേഹം ആ വഴിയിലൂടെ സഞ്ചരിക്കുന്ന മുനികളെയും മറ്റ് യാത്രക്കാരെയും ഒക്കെ മായ കാട്ടിക്കൊണ്ട് ഉപദ്രവിക്കും. അവരെ ഗുഹയുടെ ഉള്ളിലൊക്കെ കുടുക്കിക്കളയും. അങ്ങനെ ആൾക്കാരെ ഒക്കെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ക്രൗഞ്ചാസുരന്റെ ഉപദ്രവം അവസാനിപ്പിക്കാനായിട്ട് സുബ്രഹ്മണ്യ സ്വാമി അദ്ദേഹത്തിനെ ആയുധമേതി പിളർത്തി വധിച്ചു. അങ്ങനെ ക്രൗഞ്ചം എന്ന പർവ്വതത്തെ പൊടിച്ചു, ക്രൗഞ്ചാസുരനെ വധിച്ചു. അതുകൊണ്ട് ക്രൗഞ്ചാരി എന്ന് വിളിച്ചിരിക്കുന്നു. നമ്മുടെ എല്ലാം ഉള്ളിലുള്ള അഹങ്കാരമാണ് നമ്മളെ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഈ അഹങ്കാരമാണ്. അതുകൊണ്ട് മായ കാട്ടുന്ന അസുരനായിട്ട് ഈ അഹങ്കാരത്തെ പ്രതിനിധാനം ചെയ്തിരിക്കുന്നത് ക്രൗഞ്ചനാണ്, ക്രൗഞ്ച പർവ്വതമാണ്. അതിനെ ഭേദിച്ചവൻ, അതിനെ നശിപ്പിച്ചവൻ, അതിന്റെ ശത്രുവായി നിൽക്കുന്നവൻ ക്രൗഞ്ചാരി. ഷഡാനന, 6 മുഖങ്ങൾ ഉള്ളവൻ. 6 മുഖനാണ് ഭഗവാൻ. ശിവന് 5 മുഖങ്ങൾ ഉണ്ടെന്നും സൂക്ഷ്മമായ 6ാമത്തെ ഒരു മുഖമുണ്ടെന്നും പറയും. ആ 6 മുഖങ്ങളും ആ 6 ഭാവങ്ങളെയും സമ്മേളിപ്പിച്ചുകൊണ്ട് ആവിർഭവിച്ച മൂർത്തിയായതുകൊണ്ട് ഷഡാനനാണ്. നമ്മുടെ 6 ചക്രങ്ങളുടെയും പ്രതീകമായിട്ടാണ് ആ 6 മുഖങ്ങളെ സൂചിപ്പിക്കുന്നത് എന്ന് താത്വികമായിട്ട് പറയാറുണ്ട്. അതുകൊണ്ട് ഷഡാനനാണ്, 6 മുഖമുള്ളവനാണ് ഭഗവാൻ. അപ്പൊ ഇവിടെ ഗാംഗേയ താമ്രചൂഡശ്ച ബ്രഹ്മചാരി ശിഖിധ്വജ താരകാരി രുമാപുത്ര ക്രൗഞ്ചാരിശ്ച ഷഡാനന. ഇതായിരുന്നു 2ാമത്തെ ശ്ലോകം. അടുത്തത് 3ാമത്തെ ശ്ലോകമാണ്. ശബ്ദബ്രഹ്മ സമുദ്രശ്ച സിദ്ധസാരസ്വതോ ഗുഹ സനത്കുമാരോ ഭഗവാൻ ഭോഗമോക്ഷ ഫലപ്രദ. ശബ്ദബ്രഹ്മ സമുദ്രശ്ച. ശബ്ദബ്രഹ്മം എന്ന് പറഞ്ഞാൽ വേദം, വേദത്തിന്റെ സമുദ്രമായിരിക്കുന്നവൻ. അപ്പോൾ വേദം എന്നാൽ അറിവ് എന്നർത്ഥം വന്നു. അറിവിന്റെ കടലായിരിക്കുന്നവൻ ശബ്ദബ്രഹ്മ സമുദ്രം. ഇനി സമുദ്ര ശബ്ദത്തിന് സമുദ്ര എന്നർത്ഥം എടുത്താൽ മുദ്രയുള്ളവൻ എന്നർത്ഥം വന്നു. അപ്പോൾ വേദത്താൽ പ്രകാശിതനായവനായതുകൊണ്ട് ശബ്ദബ്രഹ്മ സമുദ്ര എന്ന് ഭഗവാനെ വിളിച്ചിരിക്കുന്നു. വേദത്തിന്റെ സാരം പരബ്രഹ്മമാണ്. ആ പരബ്രഹ്മം തന്നെ ഒരു മൂർത്തി എടുത്തു നിന്നാൽ അതാണ് സുബ്രഹ്മണ്യ സ്വാമി. അപ്പോൾ വേദം പ്രകാശിപ്പിക്കുന്നത് ആരെയാ? സുബ്രഹ്മണ്യനെയാണ്. വേദത്തിന്റെ ലക്ഷ്യം സുബ്രഹ്മണ്യ സ്വാമി തന്നെയാണ്. അതുകൊണ്ട് വേദത്താൽ പ്രകാശിതനായവൻ എന്നർത്ഥത്തിൽ ശബ്ദബ്രഹ്മ സമുദ്ര. ഇനി വേദത്തെ പ്രകാശിപ്പിക്കുന്നവൻ, അതുകൊണ്ടും ശബ്ദബ്രഹ്മ സമുദ്ര എന്ന് ഭഗവാനെ വിളിക്കാം. കാരണം വേദത്തിന്റെ അർത്ഥം സാധാരണക്കാർക്ക് ഗ്രഹിക്കാൻ പറ്റില്ല. അവർ ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമിയെ ഉപാസിച്ച് ഭഗവാന്റെ കരുണയെ നേടിയാൽ എല്ലാ അറിവുകളും അവർക്ക് ലഭിക്കും. വേദം എന്ന് പറയുമ്പോൾ 4 വേദങ്ങളും വേദാംഗങ്ങളും അതുപോലെ പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം വരും. എല്ലാ അറിവുകളും നമുക്ക് നൽകുന്നത് സുബ്രഹ്മണ്യ സ്വാമിയാണ്. അറിവിന്റെ ഉറവിടമാണ്. അതുകൊണ്ട് ശബ്ദബ്രഹ്മ സമുദ്ര എന്ന് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നു. സിദ്ധ, സിദ്ധനാണ് അദ്ദേഹം. നേടേണ്ടതെന്തോ അത് നേടിയവനാണ് സിദ്ധൻ. ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മോക്ഷമാണ്. മോക്ഷം സിദ്ധിക്കണമെങ്കിൽ ആത്മസാക്ഷാത്കാരം കൂടിയേ തീരൂ. താൻ ആരെന്ന് തിരിച്ചറിഞ്ഞവനാണ് സുബ്രഹ്മണ്യ സ്വാമി. അദ്ദേഹത്തിന് ഒരു അല്പം പോലും മറയില്ല, ആത്മബോധ വിസ്മൃതിയില്ല. എപ്പോഴും തന്നെ തന്നെ അനുഭവിച്ചുകൊണ്ട് തന്നിൽ തന്നെ രമിച്ചുകൊണ്ടിരിക്കുന്നവനായതുകൊണ്ട് സിദ്ധനാണ്. അദ്ദേഹത്തിന് ഒന്നും നേടേണ്ട ആവശ്യമില്ല, ലൗകികമായി ഒന്നും നേടേണ്ട ആവശ്യമില്ല. അപ്പൊ യുദ്ധം ചെയ്യുന്നതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, തനിക്ക് വേണ്ടി അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല. ലോകമംഗളാർത്ഥമാണ് എപ്പോഴും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് സിദ്ധനാണ് അദ്ദേഹം. സാരസ്വതോ, സാരസ്വത, സരസ്വതിയെ സംബന്ധിച്ചത് എന്ന അർത്ഥത്തിലാണ് സാരസ്വത ശബ്ദം വരിക. സരസ്വതി വിദ്യയാണ്, അറിവാണ്. അപ്പോൾ അറിവുള്ളവൻ, അറിവ് പ്രദാനം ചെയ്യുന്നവൻ സാരസ്വത, അറിവിന്റെ ഉറവിടമായിട്ടിരിക്കുന്നവൻ. അതുകൊണ്ട് സാരസ്വത. ഇപ്പൊ ഭഗവാനെ ഉപാസിച്ചാൽ ഉറപ്പായും നമുക്ക് അറിവ് ലഭിക്കും. അതുകൊണ്ടാണ് നമ്മുടെ പ്രജ്ഞയെ ഇത് വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നത്. കാരണം അറിവ് നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് തെളിമയെ പ്രദാനം ചെയ്യും. ഗുഹ, മറയ്ക്കപ്പെട്ടവൻ, നിഗൂഢമായിരിക്കുന്നവൻ.
ഭഗവാൻ ഒരു രൂപം നമ്മൾ കാണുന്നു, പക്ഷെ ആ രൂപത്തിലല്ല ഭഗവാന്റെ സ്വരൂപം. ഭഗവാന്റെ സ്വരൂപം നമ്മുടെ എല്ലാം ഉള്ളിൽ തന്നെ ശോഭിക്കുന്ന ശുദ്ധമായ ചിദ്വസ്തുവാണ്, ചൈതന്യമാണ്. അതിനെ പക്ഷേ നമ്മൾ അറിയുന്നില്ല. നമ്മുടെ ബുദ്ധിയും മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെ അതിനെ മറച്ചിരിക്കുന്നു. മായയാൽ മറയ്ക്കപ്പെട്ടവൻ, അതുകൊണ്ട് ഗുഹൻ എന്ന് ഭഗവാന് പേര് വന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ വസിക്കുന്നവനാണ്. അപ്പോൾ സുബ്രഹ്മണ്യ ഉപാസന നടത്തുന്ന സമയത്ത് സുബ്രഹ്മണ്യനെ പുറത്ത് എവിടെയും തേടി നടക്കേണ്ട ആവശ്യമില്ല. കണ്ണടച്ചുകൊണ്ട് അന്തർമുഖരായാൽ മതി. അകത്ത് ശോഭിക്കുന്ന തേജസ്സായിട്ട് നമുക്ക് ഭഗവാനെ ദർശിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഗുഹ എന്ന് വിളിച്ചിരിക്കുന്നു. ശബ്ദ ബ്രഹ്മ സമുദ്ര സിദ്ധ സാരസ്വത ഗുഹ. അടുത്തതായി സനത് കുമാര. സനത് എന്ന് പറഞ്ഞാൽ എപ്പോഴും കുമാരനായിരിക്കുന്നവൻ, എപ്പോഴും ബാലകനായിരിക്കുന്നവൻ. ഭഗവാൻ എപ്പോഴും ഒരേ ഭാവമാണ്, നിത്യവസ്തുവാണ്. ഒരല്പം പോലും മാറ്റം സംഭവിക്കുന്നില്ല. നമ്മളൊക്കെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരാണ്. ബാല്യമുണ്ട്, കൗമാരമുണ്ട്, യൗവനമുണ്ട്, വാർദ്ധക്യമുണ്ട്, അങ്ങനെ നമ്മൾ ക്രമേണ മരണപ്പെടും. എന്നാൽ ഭഗവാൻ അങ്ങനത്തെ ഭേദമൊന്നുമില്ല. എല്ലാ കാലത്തും ബാലകനായി കുമാരനായിരിക്കുന്നത് കൊണ്ട് സനത് കുമാര. കുമാര ശബ്ദത്തിന് കളിക്കുന്നവൻ എന്ന അർത്ഥമുണ്ടെന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ നിത്യം കളിച്ചുകൊണ്ടിരിക്കുന്നവൻ, എപ്പോഴും എന്തെങ്കിലും പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നവൻ. ഭഗവാൻ എല്ലാ പ്രവൃത്തിയും കളിയാണ്. അപ്പൊ എന്തെങ്കിലും പ്രവൃത്തി ചേഷ്ട ചെയ്യുന്നവനായതുകൊണ്ട് സനത് കുമാരൻ. ആളുകൾക്ക് അറിവ് പ്രദാനം ചെയ്യും, ധർമ്മത്തിനു വേണ്ടി പോരാടും, സാധുക്കളെ സംരക്ഷിക്കും, അങ്ങനെ എപ്പോഴും വ്യസ്തനായിരിക്കുകയാണ്. അതുകൊണ്ട് സനത് കുമാര. ഭഗവാൻ, ഭഗ ഉള്ളവനാണ് ഭഗവാൻ. ഭഗ എന്നാൽ 6 ഗുണങ്ങളുടെ സമുച്ചയം. അതായത് ജ്ഞാനം, വൈരാഗ്യം, ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ. ഈ 6 ഗുണങ്ങളെ ഭഗ എന്ന് വിളിക്കും. ഈ ഭഗ ആർക്കുണ്ടോ അവൻ ഭഗവാൻ. 6 ഗുണങ്ങളുടെയും ഉറവിടമായിരിക്കുന്നവൻ. അറിവായും വൈരാഗ്യമായും ഐശ്വര്യമായും വീര്യമായും യശസ്സായും ശ്രീയായും ലോകത്തിൽ ശോഭിക്കുന്നവൻ ഭഗവാൻ. അപ്പോൾ ഭഗവാനെ ഭജിക്കുന്നവർക്ക് ഈ പറഞ്ഞ 6 ഗുണങ്ങളും ഭഗ ലഭിക്കും. അതുകൊണ്ട് ഭഗവാൻ. ഭോഗമോക്ഷ ഫലപ്രദ. ഭോഗത്തിൻ്റെയും മോക്ഷത്തിൻ്റെയും ഫലത്തെ നൽകുന്നവൻ, അഥവാ ഭോഗരൂപത്തിലുള്ള മോക്ഷരൂപത്തിലുള്ള ഫലത്തെ നൽകുന്നവൻ. ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ അനുഭവിക്കുന്നത്, നമ്മുടെ മനസ്സിലൂടെ ഭുജിക്കുന്നതൊക്കെ ഭോഗമാണ്. എന്നാൽ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും അപ്പുറമുള്ള ശുദ്ധമായ വസ്തുവിനെ അറിയുന്നത് മോക്ഷമാണ്. ഈ 2 ഫലങ്ങളെയും നൽകുന്നത് സുബ്രഹ്മണ്യ സ്വാമിയാണ്. നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ വാസനകളുടെ ബലത്തെ കുറയ്ക്കണം. വാസനകളെ തീർത്തുകൊണ്ട് നമ്മുടെ മനസ്സിനെ പരിശുദ്ധമാക്കണം. അപ്പൊ അതിനായിട്ട് ഭോഗം അനിവാര്യമാണ്. നമ്മുടെ മനസ്സിലുള്ള വാസനകൾക്കനുസരിച്ച് പ്രവർത്തിച്ച് അതിനനുസരിച്ചുള്ള ഗുണങ്ങളെ സമ്പാദിച്ച് നമ്മൾ ആസ്വദിക്കണം. അതാണ് ഭോഗം. അതിലൂടെ ആ വാസനകളുടെ ബലം കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അങ്ങനെ മനസ്സിന് തെളിമ കിട്ടും. മനസ്സ് ശാന്തമായി കഴിയുമ്പോൾ ബുദ്ധിക്ക് പ്രകാശം കൂടും. ബുദ്ധി മനസ്സിൽ നിന്നും വേറിട്ട് നിൽക്കും. ക്രമേണ ബുദ്ധിയെയും പ്രകാശിപ്പിക്കുന്ന ബോധസ്വരൂപമായ ആത്മാവിനെ നമുക്ക് ദർശിക്കാൻ സാധിക്കും. അതോടുകൂടി വാസനാചക്രം, കർമ്മചക്രത്തിൽ നിന്നും ശാശ്വതമായ മോചനം നമുക്ക് ലഭിക്കും. അതുകൊണ്ട് മോക്ഷഫലപ്രദ. അപ്പോൾ ഭോഗമോക്ഷ ഫലപ്രദ എന്ന് ഭഗവാനെ വിളിച്ചിരിക്കുന്നു. ഇതായിരുന്നു 3ാമത്തെ ശ്ലോകം. ശബ്ദ ബ്രഹ്മ സമുദ്രശ്ച സിദ്ധ സാരസ്വതോ ഗുഹ സനത് കുമാരോ ഭഗവാൻ ഭോഗമോക്ഷ ഫലപ്രദ. അടുത്തത് 4ാമത്തെ ശ്ലോകമാണ്. ശരജന്മ ഗണാധീശ പൂർവജോ മുക്തിമാർഗകൃത് സർവാഗമ പ്രണേത ചവാഞ്ചിതാർത്ഥ പ്രദർശന. ശരജന്മ. ശര ശബ്ദത്തിന് പുല്ല്, അതായത് ശരപ്പുല്ലുകൾ എന്നാണ് അർത്ഥം. ആ ശരപ്പുല്ലുകൾ നിറഞ്ഞിട്ടുള്ള കാട്ടിൽ നിന്നാണ് ഭഗവാൻ 6 കുട്ടികളുടെ രൂപം സ്വീകരിച്ചത്. അതുകൊണ്ട് ശരവണ ഭവൻ എന്ന് ഭഗവാന് പേരുണ്ട്. അതേ അർത്ഥമാണ് ഇവിടെ ശരജന്മ എന്ന പദത്തിന്. അപ്പോൾ ആ ശരപ്പുല്ലുകൾ നിറഞ്ഞു നിൽക്കുന്ന കാട്ടിൽ നിന്നും ജനിച്ചവനാണ് ഭഗവാൻ. അവിടെ നിന്നാണ് കൃത്തികകൾക്ക് അദ്ദേഹത്തെ ലഭിച്ചത്. അതുകൊണ്ട് ശരജന്മ. അവിടെ കൊണ്ടുപോയി നിക്ഷേപിച്ചതാവട്ടെ ഗംഗാദേവിയാണ്. ഗണാധീശ പൂർവജ. ഗണങ്ങളുടെ അധീശനായിരിക്കുന്നവന്റെ പൂർവജനായിരിക്കുന്നവൻ. പൂർവജൻ എന്ന് പറഞ്ഞാൽ മുമ്പേ ജനിച്ചവൻ, അതായത് ജ്യേഷ്ഠൻ. അപ്പോൾ ഗണാധീശന്റെ ജ്യേഷ്ഠനായിരിക്കുന്നവൻ, സാക്ഷാത് ഗണപതി ഭഗവാന്റെ ചേട്ടനായിരിക്കുന്നവനാണ് സുബ്രഹ്മണ്യ സ്വാമി. അതുകൊണ്ട് ഗണാധീശ പൂർവജ. കഥകളിൽ വ്യത്യാസമുണ്ട്. ചില കഥകളിൽ ആദ്യം ഗണപതിയുണ്ട്, പിന്നീടാണ് സുബ്രഹ്മണ്യ സ്വാമി വരുന്നത്. ചില കഥകളിൽ ആദ്യം സുബ്രഹ്മണ്യൻ അവതരിക്കുന്നു, പിന്നീടാണ് ഗണപതി വരുന്നത്. അപ്പോൾ 2 പ്രകാരത്തിലും ഈ നാമത്തെ അർത്ഥമെടുക്കാം. ഗണപതിയുടെ പൂർവജൻ എന്നും ഗണപതി പൂർവജനായവൻ എന്നും അർത്ഥമെടുക്കാം. അപ്പോൾ ഗണപതിയുടെ ജ്യേഷ്ഠനാണ്,
അഥവാ ഗണപതിയെ ജ്യേഷ്ഠനായി വരിച്ചവനാണ് എന്ന് രണ്ടർത്ഥത്തിലും എടുക്കാം. ഭഗവാനും ഗണപതിയും തമ്മിലുള്ള രസകരമായ കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു നല്ല ശ്രേഷ്ഠമായ പഴം കിട്ടിയ സമയത്ത് അത് മക്കൾ രണ്ടുപേർക്കും വേണമെന്ന് പറയും. അപ്പൊ മഹാദേവൻ പറയും, ലോകത്തെ ചുറ്റി വന്നവന് ഇത് കൊടുക്കാം, ആദ്യം ലോകത്തെ ചുറ്റി വരുന്നവന് ഇത് കൊടുക്കാമെന്ന് പറയും. ആ സമയത്ത് സുബ്രഹ്മണ്യ സ്വാമി മയിലിന്റെ പുറത്ത് കയറി ലോകം ചുറ്റാനായിട്ട് പോകും. ഗണപതി ഭഗവാൻ ശിവനെയും പാർവതിയെയും ഒന്ന് പ്രദക്ഷിണം വെച്ച് അങ്ങ് തന്നെയാണ് എൻ്റെ ലോകം, നിങ്ങൾ തന്നെയാണ് എൻ്റെ ലോകം എന്ന് പറഞ്ഞ് പഴം ചോദിക്കും. അപ്പൊ അവന്റെ അറിവ് കണ്ട് സന്തോഷിച്ച മഹാദേവനും മഹാദേവിയും ആ കുട്ടിക്ക് പഴം കൊടുക്കും. ഗണപതി അത് ഭക്ഷിക്കും. സുബ്രഹ്മണ്യസ്വാമി ലോകം മുഴുവൻ ചുറ്റി തിരിച്ചു വന്ന് നോക്കുമ്പോൾ പഴം ഗണപതിക്ക് കൊടുത്തിരിക്കുന്നു. ഗണപതി ലോകം മുഴുവൻ ചുറ്റിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അച്ഛനെയും അമ്മയുമാണ് ചുറ്റിയത്, അവർ തന്നെയാണ് ലോകം എന്ന ന്യായം പറഞ്ഞു എന്ന് പറയും. ആ സമയത്ത് സുബ്രഹ്മണ്യസ്വാമിക്ക് ദേഷ്യം വരും. ഇത് അധർമ്മമാണ് എന്ന് അദ്ദേഹം പറയും. ധർമ്മമൂർത്തിയാണ്, ലോകത്തെ പഠിപ്പിക്കുന്നവനാണ്. അപ്പൊ അധർമ്മം ഒരു അല്പം പോലും സഹിക്കാൻ പറ്റില്ല. ഇപ്പൊ തൻ്റെ മാതാവും പിതാവുമാണ് എന്നൊന്നും അദ്ദേഹം അവിടെ ചിന്തിക്കുന്നില്ല, തൻ്റെ സഹോദരനാണ് എന്നും ചിന്തിക്കുന്നില്ല. ധർമ്മം തെറ്റിച്ചു, ഇനി ഇവിടെ ഇരിക്കാൻ എനിക്ക് സാധിക്കില്ല, ഞാനിവിടെ അപമാനിതനായി എന്ന് പറഞ്ഞ് അദ്ദേഹം ആ കൈലാസം വിട്ട് ഭൂമിയിലേക്ക് വരികയാണ്. അങ്ങനെ ഇവിടെ ഭൂമിയിൽ ദക്ഷിണ ഭാരതത്ത് വന്ന് പഴനി ഭാഗത്ത് അദ്ദേഹം വന്ന് വസിക്കുകയാണ്. ആ സമയത്ത് മഹാദേവനും മഹാദേവിയും അദ്ദേഹത്തെ കാണാൻ വരുന്നുണ്ട്, തിരിച്ചു വിളിക്കുന്നുണ്ട്. വരാൻ പറ്റില്ല, ഇതാണ് എൻ്റെ സ്ഥലം, ഞാൻ ഇനി ഇവിടെ തന്നെ വസിക്കും, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് എന്നെ കാണാം എന്ന് പറഞ്ഞവരെ പറഞ്ഞയക്കുകയാണ്. അപ്പൊ അത്രയും ഉറച്ച ബുദ്ധിയാണ് ഭഗവാനുള്ളത്. ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്മാറ്റമില്ല. അങ്ങനെ അവിടെ നിത്യബ്രഹ്മചാരിയായിരുന്നു എന്നൊരു കഥയുണ്ട്. പിന്നീട് വിവാഹം കഴിച്ചു എന്ന കഥയുണ്ട്. എങ്ങനെയാണെങ്കിലും ബ്രഹ്മത്തിൽ തന്നെ ചരിക്കുന്നവനായതുകൊണ്ട് നിത്യബ്രഹ്മചാരി തന്നെയാണ് അദ്ദേഹം. അപ്പോ ഗണാധീശ പൂർവജ, ഗണപതിയുടെ ജ്യേഷ്ഠനായിട്ട് ജനിച്ചവൻ. മുക്തിമാർഗകൃത്, മുക്തിമാർഗത്തെ രചിച്ചവനാണ്. മുക്തിയിലേക്കുള്ള വഴിയെ ഭഗവാനാണ് രചിച്ചിട്ടുള്ളത്. ഇവിടെ ആരെങ്കിലും മുക്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ നല്ല ഒരു ഗുരുവിനെ കണ്ടെത്തണം. ലോകത്തിലെ ഏറ്റവും നല്ല ഗുരു ആരെന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ലാതെ പറയാം, അത് സാക്ഷാത് സുബ്രഹ്മണ്യ സ്വാമിയാണ്. ആത്മാർത്ഥമായി അദ്ദേഹത്തെ ഉപാസിച്ചാൽ, മറ്റു ഗുരുക്കന്മാർ ആരുമില്ലെങ്കിലും, ലൗകികമായ ഒരു ഗുരുവിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ പോലും നമുക്ക് ആവശ്യമുള്ള അറിവിനെ കൃത്യമായ സമയത്ത് നമുക്ക് നൽകിയിരിക്കും. അത് ഭഗവാന്റെ കഴിവാണ്. അങ്ങനെ വഴികാട്ടിയായിക്കൊണ്ട് ക്രമേണ മോക്ഷത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് മോക്ഷമാർഗത്തെ രചിക്കുന്നവൻ മുക്തിമാർഗകൃത് എന്ന് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നു. അപ്പോൾ ഗുരുവായിട്ട് ഭഗവാനെ വരിക്കാവുന്നതാണ്. സർവാഗമ പ്രണേത, സർവ ആഗമ പ്രണേത, എല്ലാ ആഗമങ്ങളെയും രചിച്ചവൻ. ആഗമങ്ങൾ എന്നാൽ ശാസ്ത്രങ്ങൾ, അറിവിന്റെ ശാസ്ത്രങ്ങൾ. എല്ലാ അറിവുകളും സുബ്രഹ്മണ്യ സ്വാമിയാണ് മനുഷ്യലോകത്തിന് നൽകിയത് എന്ന് പറയാറുണ്ട്. എല്ലാ അറിവുകളും, സൂക്ഷ്മവിദ്യകൾ മുഴുവൻ നമുക്ക് ലഭിച്ചിട്ടുള്ളത് സുബ്രഹ്മണ്യനിൽ നിന്നാണ്. ഇപ്പൊ ജ്യോതിഷം, അതുപോലെ സിദ്ധവിദ്യ, ഇതൊക്കെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് അവിടെ, സിദ്ധവൈദ്യമൊക്കെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് സുബ്രഹ്മണ്യ സ്വാമിയിൽ നിന്നാണ്. അതുകൊണ്ട് സർവാഗമ പ്രണേത, എല്ലാ ആഗമങ്ങളെയും രചിച്ചവൻ. അപ്പൊ മനുഷ്യലോകത്തിന് അപ്രാപ്യമായിട്ടുള്ള സൂക്ഷ്മ തത്വങ്ങളെ മനുഷ്യലോകത്ത് പ്രദർശിപ്പിച്ച് അതിനെ ലോകത്തിൽ പ്രചരിപ്പിച്ച് ഇവിടെയുള്ള ആൾക്കാർക്ക് ക്ഷേമത്തെ നൽകിയവനായതുകൊണ്ട് സർവാഗമ പ്രണേത. അപ്പൊ മനുഷ്യരോട് അത്രയും സ്നേഹമാണ്. നമ്മളെ ശിഷ്യരായിട്ട്, മക്കളായിട്ടാണ് അദ്ദേഹം കാണുന്നത്. വാഞ്ചിതാർത്ഥ പ്രദർശന, വാഞ്ചിതമായ അർത്ഥത്തെ പ്രദർശിപ്പിക്കുന്നവനാണ് അദ്ദേഹം. വാഞ്ചിതം, ആഗ്രഹിക്കുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തോ അതാണ് വാഞ്ചിതാർത്ഥം. അതിനെ പ്രകടമാക്കുന്നവൻ എന്നൊരർത്ഥം. പ്രകടമാക്കുന്നവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും അത് നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് നമുക്ക് നൽകുന്നവൻ, നമ്മുടെ ആഗ്രഹത്തെ സഫലീകരിക്കുന്നവനായതുകൊണ്ട് വാഞ്ചിതാർത്ഥ പ്രദർശന. പ്രദർശന ശബ്ദത്തിന് നോട്ടം എന്നർത്ഥം എടുക്കാം. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് മുഴുവൻ ഒരു നോട്ടത്തിലൂടെ നമുക്ക് നൽകുന്നവൻ. അദ്ദേഹത്തിന് അതിനെ രചിക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഒന്ന് നമ്മളെ നോക്കിയാൽ മതി, ആ ഒരു നോട്ടം കൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് മുഴുവൻ നമുക്ക് നൽകുന്നവൻ. ഇനി നമ്മൾ ആഗ്രഹിക്കുന്നത് വാസ്തവത്തിൽ ഭഗവാന്റെ നോട്ടത്തെ തന്നെയാണ്. ഭഗവാന്റെ കടാക്ഷം ലഭിക്കാൻ വേണ്ടിയാണ് ഭക്തൻ ഭഗവാനെ ഭജിക്കുന്നത്. അതുകൊണ്ട് വാഞ്ചിതാർത്ഥം എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്നത് പ്രദർശനത്തെയാണ്, ഭഗവാന്റെ നോട്ടത്തെയാണ്. അപ്പൊ ലോകത്തിലുള്ളവർ മുഴുവൻ ആഗ്രഹിക്കുന്നത് ഏതൊരാളുടെ നോട്ടത്തെയാണോ അങ്ങനത്തെ നോട്ടത്തോടു കൂടിയവനാണ്. ആരുടെ ആവിർഭാവത്തിനു വേണ്ടിയാണോ ഇവർ കാംക്ഷിക്കുന്നത് അങ്ങനെ ആവിർഭവിക്കുന്നവനാണ് എന്നെല്ലാം അർത്ഥത്തിൽ വാഞ്ചിതാർത്ഥ പ്രദർശന. അപ്പൊ ഭഗവാനിൽ നിന്നും വേണം എന്നുള്ളത് താഴ്ന്ന തലമാണ്, ഭഗവാനെ തന്നെ വേണം എന്നുള്ളത് ഉയർന്ന തലമാണ്. രണ്ട് രീതിയിലും ഭഗവാനെ സമീപിക്കാം.
ഇതായിരുന്നു 4-ാമത്തെ ശ്ലോകം. ശരജന്മ ഗണാധീശ പൂർവജോ മുക്തിമാർഗകൃത് സർവാഗമ പ്രണേതാച വാഞ്ചിതാർത്ഥ പ്രദർശന. അങ്ങനെ 28 നാമങ്ങൾ പറഞ്ഞു. നമുക്ക് ആ നാമങ്ങൾ ഒന്നും കൂടി നോക്കാം. യോഗീശ്വര, മഹാസേന, കാർത്തികേയ, അഗ്നിനന്ദന, സ്കന്ദ, കുമാര, സേനാനി, സ്വാമി, ശങ്കര സംഭവ, ഗാംഗേയ, താമ്രചൂഡ, ബ്രഹ്മചാരി, ശിഖിധ്വജ, താരകാരി, ഉമാപുത്ര, ക്രൗഞ്ചാരി, ഷടാനന, ശബ്ദബ്രഹ്മസമുദ്ര, സിദ്ധ, സാരസ്വത, ഗുഹ, സനത്കുമാര, ഭഗവാൻ, ഭോഗമോക്ഷഫലപ്രദ, ശരജന്മ, ഗണാധീശ പൂർവജ, മുക്തിമാർഗകൃത്, സർവാഗമ പ്രണേത, വാഞ്ചിതാർത്ഥ പ്രദർശന. ഇങ്ങനെ 28 നാമങ്ങൾ. ഇനി ഫലശ്രുതി ഭാഗമാണ്. സുബ്രഹ്മണ്യ സ്വാമി തന്നെ പറയുന്ന ഫലശ്രുതിയാണ്. അഷ്ടാവിംശതി നാമാനി മദീയാനീതയ ഇതിയ പഠേത് പ്രത്യൂഷം ശ്രദ്ധയാ യുക്തോ മൂകോ വാചസ്പതിർഭവേത്. അഷ്ടാവിംശതി നാമാനി. വിംശതി എന്നാൽ 20, അഷ്ടം എന്നാൽ 8. അപ്പൊ 28 നാമങ്ങളെ മദീയാനി എന്റേതായ, എൻ്റെ 28 നാമങ്ങളെ ഇതി യഹ് പഠേത് ഇപ്രകാരം, ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള ക്രമത്തിൽ ഈ 28 നാമങ്ങളെ ആര് പഠിക്കുന്നുവോ, പ്രത്യൂഷം എല്ലാ ദിവസവും കാലത്ത് പകൽ നേരത്ത് ഉഷസ് സമയത്ത് ആര് ഈ 28 നാമങ്ങളെ ഞാൻ പറഞ്ഞ ക്രമത്തിൽ പഠിക്കുന്നുവോ, ശ്രദ്ധയായുക്ത ശ്രദ്ധയോടുകൂടി പഠിക്കുന്നു. വെറുതെ പഠിച്ചാൽ പോരാ, നല്ല ശ്രദ്ധയോടുകൂടി പഠിക്കണം. ഇത് ഭഗവാന്റെ നാമമാണെന്നുള്ള ആദരവോടുകൂടി, ഈ നാമങ്ങൾക്ക് വളരെയധികം ശക്തിയുണ്ടെന്നുള്ള ഭാവത്തോടുകൂടി, ഇത് ജപിച്ചാൽ എല്ലാ ഫലവും ലഭിക്കും എന്നുള്ള ഭാവത്തോടുകൂടി, അതാണ് ശ്രദ്ധായുക്തം എന്നുള്ളത്. വളരെ ജാഗരൂകനായിട്ട് ഈ നാമങ്ങളെ ജപിച്ചാൽ മൂക വാചസ്പതിർ ഭവേ, അവൻ മൂക്കനാണെങ്കിൽ പോലും വാചസ്പതിയായിട്ട് ഭവിക്കും, വാക്കിന്റെ അധിപതിയായിട്ട് ഭവിക്കും. അതായത് വളരെയധികം സംസാരിക്കാനുള്ള ശേഷിയൊന്നും അവനില്ല. അവൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതൊന്നും അഭിവ്യക്തമാക്കാൻ അവന് സാധിക്കുന്നില്ല, അതിനുള്ള സാമർഥ്യം അവനില്ല. അങ്ങനെയുള്ള ഒരാളാണെങ്കിലും അവൻ ഇത് ജപിക്കുകയാണെങ്കിൽ അവൻ വാചസ്പതിയായിട്ട് ഭവിക്കും, അവൻ വാക്കിന് അധിപതിയായിട്ട്, അവന് വാഗ്ദേവതയുടെ കടാക്ഷമുണ്ടാവും, അവൻ നല്ല രീതിയിൽ സംസാരിക്കാൻ തുടങ്ങും. അപ്പൊ തൻ്റെ അർത്ഥം, താൻ ചിന്തിക്കുന്ന കാര്യങ്ങളെ നല്ല രീതിയിൽ ലോകത്തിന് പകർന്നു കൊടുക്കാനുള്ള സാമർഥ്യം അവന് ലഭിക്കും. അതുകൊണ്ട് മൂക വാചസ്പതിർ ഭവേത് എന്ന് വന്നു. ഇനി അവനെ മൂകനുമാക്കും വാചസ്പതിയുമാക്കും എന്നർത്ഥവും വന്നു. ഇവിടെ മൂകനാക്കും എന്ന് പറഞ്ഞാൽ അവൻ ആത്മാനന്ദത്തെ അനുഭവിക്കും. ആത്മാനന്ദം അനുഭവിക്കുന്ന സമയത്ത് ഇന്ദ്രിയങ്ങളും മനസ്സും ഒന്നും ഇളകുകയില്ല. അപ്പൊ അവിടെ പൂർണ്ണ നിശബ്ദതയാണ്. ആ നിശബ്ദതയാണ് ഇവിടെ മൂക്കശബ്ദം കൊണ്ട് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ നിശബ്ദത അവന് സിദ്ധിക്കും, അതുകൊണ്ട് മൂക്കനായി ഭവിക്കും. അതോടൊപ്പം തന്നെ അവൻ ആ അനുഭവിക്കുന്ന അറിവിനെ ലോകത്തിനു മുഴുവൻ പ്രദാനം ചെയ്യാനുള്ള ശേഷിയെയും ആർജിക്കും. അതായത് ഗുരുത്വം അവനുണ്ടാവും, അവൻ ആചാര്യനായിട്ടും ഭവിക്കും. അതുകൊണ്ട് വാചസ്പതിർ ഭവേ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ മൂകനായവനെ വാചസ്പതിയാക്കുമെന്നും അറിവിലൂടെ ഒരുവനെ മുനിയും അതുപോലെ വാചസ്പതിയുമാക്കുമെന്നും അർത്ഥം ഇവിടെ വന്നിരിക്കുന്നു. അപ്പോൾ ഇതായിരുന്നു 5-ാമത്തെ ശ്ലോകം. അഷ്ടാവിംശതി നാമാനി മദീയാനീതിയ പഠേത് പ്രത്യൂഷം ശ്രദ്ധയാ യുക്തോ മൂകോ വാചസ്പതിർ ഭവേ. തുടർന്ന് 6-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, മഹാമന്ത്രമയാനീതി മമ നാമാനുകീർത്തനം മഹാപ്രജ്ഞാമവാപ്നോതി നാത്ര കാര്യ വിചാരണ. മഹാമന്ത്രമയാനി ഇതി, മഹാമന്ത്ര സ്വരൂപത്തിലിരിക്കുന്ന ഈ മമ നാമാനുകീർത്തനം, എൻ്റെ നാമങ്ങളുടെ അനുകീർത്തനം. ഈ സ്തോത്രം, ഇതിൽ 28 നാമങ്ങളുണ്ട്. ഈ നാമങ്ങളെല്ലാം തന്നെ മഹാമന്ത്ര സ്വരൂപത്തിലാണ്. മനനം ചെയ്യുന്നവനെ രക്ഷിക്കുന്നതാണ് മന്ത്രം. അതിൽ ഏറ്റവും കൂടുതൽ രക്ഷ നൽകുന്നത് മഹാമന്ത്രം. അങ്ങനത്തെ മഹാമന്ത്രങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ള ഓരോ നാമവും. വെറുതെ നാമമാണെന്ന് കരുതി തെറ്റിദ്ധരിക്കരുത്, ഇത് മഹാമന്ത്രങ്ങൾ തന്നെയാണ്. അപ്പൊ മഹാമന്ത്രങ്ങളെ ലോകമംഗളാർത്ഥം കോർത്തിണക്കിക്കൊണ്ട് ഞാൻ ഒരു സ്തോത്രം രചിച്ച് തന്നിരിക്കുകയാണ്. ആ മഹാമന്ത്ര സ്വരൂപത്തിലിരിക്കുന്ന ഈ നാമങ്ങളെ ആര് അനുകീർത്തനം ശ്രദ്ധയോടുകൂടി കീർത്തിക്കുന്നുവോ ജപിക്കുന്നുവോ, മഹാപ്രജ്ഞാം അവാപ്നോതി, മഹാപ്രജ്ഞയെ അവൻ നേടുന്നു. വളരെ ശക്തിയുള്ള ബുദ്ധിയെ, തെളിമയുള്ള ബുദ്ധിയെ അവൻ നേടുന്നു. ന അത്ര
കാര്യ വിചാരണ. അതിൽ ഒരല്പം പോലും സംശയം തോന്നേണ്ട ആവശ്യമില്ല. കാരണം അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ ഇതിൽ ഇനി മറ്റൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഉറപ്പ്. സാക്ഷാത് സുബ്രഹ്മണ്യ സ്വാമി തന്റെ സ്തോത്രത്തിന്റെ മഹിമ നേരിട്ട് പറയുകയാണ്. ആ സ്തോത്രവും അദ്ദേഹം തന്നെ നേരിട്ട് നൽകുകയാണ്. ഇത് ജപിക്കുക എന്നാണ് അദ്ദേഹം ഭക്തരോട് പറയുന്നത്. സധൈര്യം ജപിക്കുക. നിങ്ങൾക്ക് മഹാമന്ത്രത്തിന്റെ ഫലം ഇതിലൂടെ കിട്ടും. കാരണം ഇത് നിങ്ങൾക്ക് എല്ലാ രക്ഷയെയും നൽകും. അതുപോലെ തന്നെ മഹാപ്രജ്ഞയെ നിങ്ങൾ നേടും. നിങ്ങളുടെ ബുദ്ധിക്ക് നല്ല തെളിമയുണ്ടാവും. അങ്ങനെ ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതിലൊരു വിചാരണയുടെയും ആവശ്യമില്ല. ആ കാര്യം ഉറപ്പാണെന്ന് 6ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു. മഹാമന്ത്രമയാനീതി മമ നാമാനുകീർത്തനം മഹാപ്രജ്ഞാമവാപ്നോതി നാത്ര കാര്യ വിചാരണ. അങ്ങനെ 6 ശ്ലോകങ്ങളുള്ള ഈ സ്തോത്രം സമാപിക്കുകയാണ്. ഇതി ശ്രീ രുദ്രയാമലെ പ്രജ്ഞാവിവർധനാഖ്യം ശ്രീമദ് കാർത്തികേയ സ്തോത്രം സമ്പൂർണം. അങ്ങനെ ശ്രീ രുദ്രയാമല തന്ത്രത്തിൽ പ്രജ്ഞാവിവർധനാഖ്യം, പ്രജ്ഞാവിവർധനം എന്ന പേരോടുകൂടിയ ശ്രീമദ് കാർത്തികേയ സ്തോത്രം, ശ്രീമാനായിരിക്കുന്ന സുബ്രഹ്മണ്യ സ്വാമിയുടെ സ്തോത്രം സമ്പൂർണം, പൂർണ്ണമായി ഭവിക്കുന്നു. ഓം തത്സത്. ഇതായിരുന്നു പ്രജ്ഞാവിവർധന കാർത്തികേയ സ്തോത്രം. ഇത് നമുക്ക് പ്രദാനം ചെയ്തിട്ടുള്ളത് സുബ്രഹ്മണ്യ സ്വാമി തന്നെയാണ്. അപ്പൊ അത്രയും ശ്രേഷ്ഠമായ സ്തോത്രമാണ്. 28 നാമങ്ങളാണ് ഇതിലുള്ളത്. ഭഗവാന്റെ ജനനത്തെ സൂചിപ്പിക്കുന്ന നാമങ്ങളാണ്. ഭഗവാന്റെ മഹിമയെ സൂചിപ്പിക്കുന്ന നാമങ്ങളാണ്. അതിൻ്റെ സാമാന്യപ്പെട്ട അർത്ഥം നമ്മൾ ഇവിടെ ചിന്തിച്ചു. അപ്പോൾ ആ ഭാവത്തെ മനസ്സിൽ വരുത്തിക്കൊണ്ട് ഈ സ്തോത്രം ജപിക്കാൻ എല്ലാവരും ശ്രമിക്കുക. പ്രത്യൂഷം എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാലത്താണ് ജപിക്കേണ്ടത്, സൂര്യോദയ സമയത്താണ് ജപിക്കേണ്ടത്. പ്രഭാതത്തിൽ ശ്രദ്ധയോടുകൂടി ജപിച്ചാൽ വാചസ്പതിയായി ഭവിക്കാം. അതുപോലെ മഹാപ്രജ്ഞയെ നേടാം. മഹാമന്ത്രസ്വരൂപമാണിതെന്ന് സുബ്രഹ്മണ്യ സ്വാമി തന്നെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് ജപിക്കാനുള്ള ഭാഗ്യം എല്ലാവർക്കും ലഭിക്കട്ടെ. അതിലൂടെ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്തോത്രത്തിൻ്റെ എളിയ വ്യാഖ്യാനം ആ സ്കന്ദമൂർത്തിയുടെ, ആ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. മുരുകാ ഹരോഹര. കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ. ഹരി ഓം.